സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കൊണാദി പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിലും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അപ്പോൾ ആസിഫിക്കയ്ക്ക് ശേഷം ഞങ്ങൾ അടുത്ത ആളെ കൊണ്ടുവന്നിരിക്കുന്നു. ടോവിനോ ചേട്ടാ. ടോവിനോ ചേട്ടാ, വെൽക്കം ടു കൊണാദി പോഡ്കാസ്റ്റ്. ഞങ്ങളുടെ പോഡ്കാസ്റ്റിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഞാൻ ആസിഫിന്റെ അതിന് മുമ്പേ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ വരുന്ന എല്ലാ ഗസ്റ്റിനോടും ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഗെയിമേഴ്സ് ആണ്. ഞങ്ങള് ഗെയിമിംഗ് സ്ട്രീം വരുന്നതിന് മുമ്പ് ഞാൻ അന്വേഷിക്കുമല്ലോ. എന്തായാലും നോക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഗെയിം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞങ്ങൾ അതിന്റെ കൂടി ഇങ്ങനെ പോഡ്കാസ്റ്റ് എന്നൊരു ഐഡിയ ഞങ്ങൾ തുടങ്ങി. അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ആയി വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വരെയൊക്കെ എത്തി. ടോവിനോ ചേട്ടൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ വരെ എത്തി. അയ്യോ അല്ല, ഞങ്ങൾക്ക് ഭയങ്കര അച്ചീവ്മെന്റാ. ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ്. അപ്പൊ ഞങ്ങളുടെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഗെയിം അങ്ങനത്തെ പരിപാടികളാണ്. മെയിൻ കൊണയല്ല, അല്ല മെയിൻ കൊണയാണ്. ഇപ്പൊ ഇതില് പോഡ്കാസ്റ്റിൽ കൊണയാണ് മെയിൻ. പക്ഷെ നമ്മുടെ മെയിൻ കൊണയല്ല, ഞങ്ങളുടെ മെയിൻ ഗെയിമിംഗ് ആണ് ആക്ച്വലി. അപ്പൊ നമ്മള് ഇതിലോട്ട് ഇപ്പം വന്നതേ ഉള്ളു. അപ്പൊ വളരെ റീസെന്റ് ആണ് നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങിയത്. അപ്പൊ ഞങ്ങളുടെ ഇതിന്റെ ഫുൾ ഫോം അറിയാമോ ചേട്ടൻ? ഞങ്ങളെ വരുന്ന എല്ലാ ഗസ്റ്റിനോട് ചോദിക്കാറുണ്ട്. കൊണയുടെ ഫുൾ ഫോം അറിയാവുന്ന? ഇല്ല, എന്താണ് പറ? കേട്ടിരിക്കാൻ ഒരുപാട് നല്ല അധ്യായങ്ങൾ. അത് കറക്റ്റാണല്ലേ? അതിലൊരു പുതിയ അധ്യായം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പൊ എങ്ങനെ ചേട്ടാ ലൈഫൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഈ വർഷം കൂടുതലും ട്രാവൽ ആയിരുന്നു. ഞാൻ ഈ വർഷം ഷൂട്ട് ചെയ്തിട്ട് ജൂൺ തൊട്ടേ ഷൂട്ട് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ എക്സൈറ്റഡ് ആണ് ഷൂട്ട് ചെയ്യാനായിട്ട്. ഞാൻ ക്യാമറയുടെ മുമ്പിൽ, ഒരു മൂവി ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് മാസങ്ങളായി. ആസ് ഇൻ നരിവേട്ടയാണ് ഞാൻ ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. ഒരുപാട് നാൾക്ക് മുമ്പാണ് അപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞത്? ഡിസംബറിൽ തീർന്നു. അപ്പൊ ഐഡന്റിറ്റി റിലീസ് ആയ ആ സമയത്തിന് ശേഷം ഞാൻ സിനിമയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. 3-4 ദിവസം ഒക്കെ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാനിങ്ങനെ യാത്രകളായിരുന്നു. ഒറ്റയ്ക്ക് പോയി, ഭാര്യയുമായിട്ട് പോയി, ഭാര്യയും മക്കളുമായിട്ട് പോയി, ഫുൾ ഫാമിലി ആയിട്ട് പോയി, ചേട്ടനും കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെയും പോയി. യാത്രയോടെ യാത്ര. ഭയങ്കര ഫുള്ളി റീചാർജ്ഡ് ആയിട്ട്. ആകെ ഒരു വർഷം ഇച്ചിരി വെയിറ്റ് കൂടിയിട്ടുണ്ട്. അത് പിടിക്കാം. അറിഞ്ഞോണ്ടൊരു ഗ്യാപ്പ് എടുത്താണോ ചേട്ടാ? അതോ അത് ഡേറ്റിന്റെ കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻസ് വന്നപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇത്രയും കുറച്ച് ദിവസം ഫ്രീ ആയിട്ട് കിട്ടും പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ പണം കയറ്റിയാലോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അത് ആ സമയം ഇരിക്കട്ടെ, അതിൻ്റെ ഒരു സമയമായിട്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ റിലീസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുന്നൊന്നുമില്ല. കാര്യം എമ്പുരാൻ റിലീസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ മരണാവസ് റിലീസ് ഉണ്ടായിരുന്നു, ഇതിന്റെ റിലീസ് ഉണ്ട്, പിന്നെ ഐഡന്റിറ്റി ആ സമയത്താണ് റിലീസ് ആയത്. അപ്പോൾ ഈ വർഷം തുടങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണുന്നുണ്ടാവും. ഞാൻ ഷൂട്ടിംഗ് സംബന്ധിയായിട്ടുള്ള പരിപാടികൾ വളരെ കുറവും, ഇപ്പം ട്രാവൽ. അല്ല, ഇത് ഇപ്പൊ ഫാമിലിക്ക് ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുക, അതാണോ? അത് അങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് കുറച്ചധികം നാളായി. എനിക്കും അത് ഭയങ്കര ആവശ്യമാണ് ഫാമിലിയുടെ കൂടെ. ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അങ്ങനെ ഒരു ഇത് ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് അങ്ങനെ മാറ്റി വെക്കാൻ ഒരു ടൈം ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഒരു 2022 ആയപ്പോഴത്തേക്കും ഞാൻ ഇതിന്റെ ഒരു എക്സോസ്റ്റഡ് ആയിട്ട്, ഇതിന്റെ ഒരു ത്രഷോൾഡ് എത്തൂല്ലേ നമുക്ക്, പണിയെടുത്ത്. അപ്പൊ അത് കൊറോണയുടെ സമയത്ത്. അതിനു മുമ്പ് എനിക്ക് കുറച്ച് സമയം ഫ്രീ കിട്ടിയേക്കുന്നത്. അതിന് മുമ്പ് ഒരു 2016 എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, April 10. അത് കഴിഞ്ഞ് April 11 തുടങ്ങിയതാണ് ഗപ്പി. അവിടെ നിന്ന് ഒരു 2019 ജൂൺ 30 വരെ ഉള്ള സമയം കൊണ്ട് ഞാനൊരു 25 സിനിമയുടെ ഭാഗമായിട്ടുണ്ടാവും. പണ്ടത്തെ കണക്ക് വെച്ച് 15 ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ട് സിനിമ തീരുന്ന അന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ എണ്ണം അല്ലെങ്കിൽ പോലും ഈ 25 സിനിമ, അതിനകത്ത് ഭൂരിഭാഗവും ഞാൻ ലീഡ് റോൾ ചെയ്തിട്ടുള്ള സിനിമകളാകുമ്പോൾ നമുക്ക് 60 ദിവസവും 100 ദിവസത്തിലധികവും ഒക്കെ ഷൂട്ട് ചെയ്ത സിനിമകൾ ഇതിൻ്റെ ഉള്ളിൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ വീട്ടിലേക്ക് വരവ്, ഇടയ്ക്ക് ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയുടെ ഗ്യാപ്പ് കിട്ടിയാലും അത് ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഡബ്ബിങ്ങോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയായിട്ട് വീട്ടിലിരിക്കാനായിട്ട് നമുക്ക് 1 ദിവസം 1.5 ദിവസം, ചില ദിവസം അര ദിവസത്തിന് വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ നമുക്കൊരു 365 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്തൊരു 350 ദിവസവും പണിയെടുക്കുന്നു എന്നുള്ള പോലെ ആയിരുന്നു. രാത്രി നമ്മളൊരു 10-36 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ട് മറഡോണ എന്നുള്ള സിനിമ, ആ സിനിമ തീർക്കുകയാണ്. അതായത് ഒരു ദിവസം രാത്രി ഓവർനൈറ്റ് ഷൂട്ട് ചെയ്തു, പിന്നെ അത് പാക്കപ്പ് ചെയ്തില്ല. രാവിലെ തൊട്ട് ഷൂട്ട് ചെയ്യാനുള്ളതൊക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ രാത്രി ഷൂട്ട് ചെയ്തിട്ട് രാത്രി 2 മണിക്കാണ് അവസാനിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 36 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ വരും മൊത്തം ഷൂട്ടിൻ്റെ സമയം. അത് കഴിഞ്ഞിട്ട് രാവിലെ 2 മണി ഇത് കഴിഞ്ഞ് റൂമിൽ വരുന്നു, കുളിച്ച് ഫ്രഷ് ആവുന്നു. രാവിലെ 7 മണിയായപ്പോൾ ഞാൻ ഫോട്ടോ വെച്ചിൽ
ആലോചിച്ച് നോക്കണം, നമ്മള് വാക്ക് കൊടുത്തു പോയി. വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാതിരിക്കാനാണ് നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത്. പക്ഷെ അതിന് മുമ്പത്തെ സിനിമയാണ് ചിലപ്പോൾ ഒരു മഴ വന്നാൽ മാറുന്ന സ്കെഡ്യൂൾസ് നമുക്കുള്ളൂ. ചിലപ്പോൾ തൊട്ട് മുമ്പത്തെ സിനിമ 30 ദിവസം ഷൂട്ട് ചെയ്യേണ്ട സിനിമ 45 ദിവസം ഷൂട്ട് ചെയ്താൽ ഞാനൊരു 15 ദിവസം ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടാൽ അതും ഈ സിനിമ തിന്നും. അപ്പൊ അടുത്ത സിനിമയിൽ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ പോയി ജോയിൻ ചെയ്യാന്നുള്ളത് നമ്മുടെ എത്തിക്സിന്റെ ഭാഗമായിട്ട് പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഈ പറയണ 2 മണിക്ക് ഷൂട്ട് തുറന്ന് വന്ന് കുളിച്ച് ഫ്രഷായി ഒന്നും കൂടെ അടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി ലൊക്കേഷനിലെത്തി മേക്കപ്പ് ചെയ്ത് 7 മണിക്ക് ഓടക്കോളിൽ പിടിച്ചിരിക്കുകയാണ് കൃഷ്ണനായിട്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന അതന്ന് കറക്റ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. എൻ്റെ തുടക്ക സമയത്ത് എന്നെ ആർക്കും അറിയാത്ത സമയത്ത് അങ്ങനെ കുറെ സിനിമകളുടെ ഭാഗമായതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു സ്പേസ് കിട്ടിയത്. 2022 ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ പിള്ളേർ വലുതാവുന്നു, ഇത് കാണണം. പിന്നെ എനിക്ക് അപ്പനൊരു ദിവസം പറഞ്ഞു, അപ്പൻ അങ്ങനെ ഒന്നും ഡ്രാമാറ്റിക് ആയിട്ടൊന്നും പറയാത്ത ആളാണ്. ഞങ്ങൾക്ക് വയസ്സായി തുടങ്ങി, ഞങ്ങൾക്ക് അങ്ങനെ നിന്നോട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് കൊറോണ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കുക്കിംഗ് ഇത് ഞാൻ എന്റർടൈനിങ് പരിപാടിയായിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വയസ്സൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ നീ തിരക്കിലായിരിക്കും, ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ എപ്പോഴും വിളിക്കാത്ത. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ തകർന്നു പോയി. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആലോചിക്കുന്നത് സിനിമ നിർത്തിയാലോ എന്നാണ് പെട്ടെന്ന് ആലോചിക്കുക. അതായത് ഇവർക്ക് കൊടുക്കാൻ സമയം, അത് സിനിമയിലെന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസം ഗ്യാപ്പാണ്. 2 ദിവസം ഗ്യാപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റേത് മാറും മറിച്ചത് മാറും, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് കളയും. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് പ്രൊഡ്യൂസർ. അപ്പോൾ ആ ഇമോഷണൽ പ്രഷർ തരുന്ന സമയത്ത് ഞാൻ ഒരാൾ സാക്രിഫൈസ് ചെയ്താൽ ബാക്കിയുള്ള ഇത്രയും പേർക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്നാൽ ഞാൻ ആ സാക്രിഫൈസ് ചെയ്താലെല്ലാം ഞാൻ ചിന്തിക്കും. പക്ഷെ ആക്ച്വലി ഞാൻ സാക്രിഫൈസ് ചെയ്തില്ലെങ്കിലും എല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു പോകും. 2 ദിവസമൊക്കെ കൊറോണ വന്നപ്പോൾ 1.5 കൊല്ലം വീട്ടിലിരുന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആകാശം ഇടിഞ്ഞു വീണോ? ഇല്ല. പ്രളയം വന്ന സമയത്ത് നമ്മളൊക്കെ വീട്ടിലിരുന്നിട്ട് അവിടെ ഒന്നും മാറിയില്ല. എല്ലാത്തിനും അത് കുറച്ചിങ്ങനെ ഒരു ഇമോഷണൽ പ്രഷർ തരുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് സിനിമകളൊക്കെ കൂടുതൽ സമയം എനിക്ക് ഇതിൻ്റെ ഈ പ്രോസസ്സിൽ ഞാൻ ട്രിപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ സിനിമ ഫിലിം മേക്കിംഗ് പ്രോസസ്സ് ഷൂട്ട് നടക്കുന്ന സമയത്ത് മോണിറ്ററിൻ്റെ ബാക്കിൽ വന്നിരുന്ന് സ്പോട്ട് എഡിറ്റർ ഒരു സിനിമ ഇങ്ങനെ ഉണ്ടായി വരുന്നത് ആ ബേബി സ്റ്റെപ്സ് തൊട്ട് നമ്മൾ കാണും. പ്രീ പ്രൊഡക്ഷനിൽ സ്ക്രിപ്റ്റിൽ കുറേ സമയം ഡിസ്കഷൻ ചെയ്തു. അപ്പോൾ നമ്മളൊരു ക്യാരക്ടർ, ഇപ്പോൾ ഒരു സീൻ നമ്മളൊരു ക്യാരക്ടർ ആണെങ്കിലും അതിന് മുമ്പത്തെ 2 സിനിമ, അതിന് ശേഷമുള്ള സിനിമ, ഇയാളുടെ കുട്ടിക്കാലം, ഇയാളുടെ ഫ്യൂച്ചറൊക്കെ നമുക്ക് വെറുതെ ഡിസ്കസ് ചെയ്യാലോ. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിനെ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. അങ്ങനെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഡയറക്ടറും റൈറ്ററും ചിലപ്പോൾ ഒരു തിയറി അറിയാവുന്ന ഒരു കൺസൾട്ടന്റും നമ്മുടെ കൂടെ ഉണ്ടാവും. ആക്ടിങ് ട്രെയിനേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ച് അഭിനയം പഠിക്കുക എന്നുള്ളതല്ല, നമുക്കൊരു കൺസൾട്ടിങ് ആണ് ശരിക്കും പറഞ്ഞത്. അവർക്ക് പോയിന്റേഴ്സ് തരാൻ പറ്റും, അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമകളുടെ എണ്ണം കുറച്ച് ഇങ്ങനെ കുറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഏപ്രിൽ മെയിൽ കൂട്ടിയിട്ട് ഒരു മാസം ഞാൻ ഒരു പരിപാടിക്കും വരില്ല. അത് വീട്ടിൽ നിൽക്കാം. പക്ഷെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കഥ പറയാനോ അത് ഇതൊക്കെ ആയിട്ട് ആരെങ്കിലൊക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ നാട് വിടുക, ഫാമിലിയുമായിട്ട് രാജ്യം വിടുക. പോയി ഈ തീരുമാനം എടുത്തത് ഞങ്ങൾ 2022 തീരുമാനം എടുക്കുന്നത്. 2023 തൊട്ട് 22 സെക്കൻഡ് ഹാഫിലാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. എനിക്ക് പുതിയ മാനേജർ വന്നു, എൻ്റെ ചേട്ടൻ ജോലി റിസൈൻ ചെയ്ത് എൻ്റെ കൂടെ ത്രൂ ഔട്ട് വന്നു. എന്നെ നിനക്ക് സ്പേസ് തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2023 ആദ്യത്തെ ട്രിപ്പ്. അത് സ്വീഡൻ, ഫിൻലൻഡ്, എസ്റ്റോണിയ, ലാത്വിയ, ഫുൾ ഫാമിലി 15 പേര്. മറ്റേ മിഥുനത്തിൽ പോണ പോലെ നമ്മളൊരു ടെമ്പോ ട്രാവലറിന് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് 15 പേര്, 7 പിള്ളേരും 8 അഡൽസും ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെ 4 രാജ്യം കഴിഞ്ഞ് ഞാൻ ഭാര്യയും മക്കളായിട്ടും കൂടെ ഒരു 15 ഡേയ്സ് അങ്ങനെയും പോയത്. അത് ആഫ്രിക്കയിൽ സിംബാബ്വെ, നമീബിയ, ബോട്സ്വാന, സൗത്ത് ആഫ്രിക്ക, അങ്ങനെ ഒരു കറക്കം കറങ്ങി. പിന്നെ ഈ കഴിഞ്ഞ കൊല്ലം ശ്രീലങ്ക പോയി. ശ്രീലങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 ഡേയ്സ് ശ്രീലങ്ക. നമ്മളൊരു കൊളംബോ, മൊഗംബോ, കാൻഡി, സിഗ്രിയ അങ്ങനെ കറങ്ങി വന്നു. ഇപ്പുറത്ത് നമ്മൾ മാത്തറ, ബെന്തോത്ത എന്നൊക്കെ പറഞ്ഞ് കറങ്ങി തിരിച്ച് കൊളംബോയിലെത്തി. അപ്പോൾ നമ്മൾ ഒരു വലിയ ബസ് എടുത്ത് നമ്മൾ ഈ മന്മദരാസൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ അങ്ങനെ ഫുൾ ഫാമിലി പോകുന്നത്. നമുക്ക് ആ റോഡ് ട്രിപ്പുകൾ ഇഷ്ടം. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പൊ ഇക്കൊല്ലം ഞങ്ങൾ അസർബൈജാൻ, ജോർജിയ, അർമേനിയ ഒരു റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ
അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ വെച്ചാൽ അർമേനിയ വിസ കിട്ടില്ല. അസർബൈജാനിൽ പോയാൽ അർമേനിയ വിസ കിട്ടില്ല. US വിസ UK വിസ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിലി ഞങ്ങളിൽ 15 പേരിൽ 10 പേർക്ക് വിസ കിട്ടില്ല. അപ്പൊ നമ്മൾ നേരെ അപ്പൊ അവിടെ ഇരുന്ന് തീരുമാനിക്കാം എന്നാ പിന്നെ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് നേരെ കസാഖ്സ്ഥാനിൽ പോകുന്നു. നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അത്രയും ദൂരമുണ്ട്. കസാഖിസ്ഥാൻ വിസ ഫ്രീ ആണോ? നമുക്ക് ഇന്ത്യൻസിന് വിസ ഫ്രീ ആണ്. അപ്പൊ അവിടെ പോയി. ഇനിയിപ്പോ ഞാനും ഭാര്യയും മക്കളും കൂടിയിട്ട് ഈ വർഷം ഈ ഗ്യാപ്പ് കിട്ടിയ കാരണം കൊണ്ട് ഞങ്ങളൊന്ന് സിംഗപ്പൂർ പോയി. ഞാൻ പോയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോ ഒന്ന് ഓസ്ട്രേലിയ പോവും. പിന്നെ കഴിഞ്ഞ കൊല്ലത്തില് ഞങ്ങള് ജപ്പാൻ, മലേഷ്യ, വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കറക്കമായിരുന്നു. അതായത് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനുള്ള സാഹചര്യം ഉള്ളപ്പോ ചെയ്യുക. ഉറപ്പായിട്ടും നമ്മളിങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ടോം ചേട്ടാ ശരിക്കും പറഞ്ഞാൽ പ്ലാൻഡ് ആയിട്ട് എടുത്ത ഒരു ക്വാളിറ്റി ടൈം ഫാമിലിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ എടുത്തൊരു ഗ്യാപ്പ് തന്നെയാണല്ലേ? ആ ഗ്യാപ്പ് എടുത്തത് എന്നെ ഞാൻ ഭയങ്കര റിഫ്രഷ്ഡ് ആവുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ പീസ് ഓഫ് മൈൻഡും എൻ്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ കൂടുന്നുണ്ട്. കാര്യം ഇപ്പൊ ഞാൻ ഭയങ്കര റിഫ്രഷ്ഡ് ആയിട്ടാണ്. ഇനി ഞാൻ തിരിച്ചു വന്ന ഒന്നും അറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അടുത്ത സിനിമയില്. പക്ഷെ ഇത്തരം കാലം ചെയ്തായിരിക്കും അല്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ക്ലീൻ സ്ലേറ്റിൽ വീണ്ടും തുടങ്ങാം. അപ്പൊ ഇനിയിപ്പോ ഇറങ്ങുന്ന നമ്മുടെ ലേറ്റസ്റ്റ് റിലീസ് നരിവേട്ടയാണ്. നരിവേട്ടയെ പറ്റി എന്താ ചേട്ടാ പറയാനുള്ളത്? ഞങ്ങള് ട്രailer കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞാൻ ട്രailer ഞങ്ങൾ കണ്ടു നോക്കിയപ്പോ കുറച്ച് കാലഘട്ടം കുറച്ച് ബാക്കിലോട്ടുള്ള ഒരു പടമായിട്ടാണ് ഒന്നാമത്തെ കാര്യം തോന്നിയത്. അതൊരു ഒരു പവർഫുൾ അല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. അതായത് പുള്ളിക്കാരൻ്റെ മുകളിൽ ഒരുപാട് പവർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു സാധാരണ ഒരു ആദ്യ തുടക്കത്തെ അതൊക്കെ കണ്ടപ്പോൾ ഒരു പോലീസുകാരൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ, സീനിയേഴ്സിൻ്റെ ഇത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. പിന്നെ ബാക്കിയൊരു ഐഡിയ ക്യാരക്ടർ വർഗീസ് പീറ്റർ എന്നുള്ള ക്യാരക്ടർ അപ്പോൾ ഒരു ഇച്ചിരി സെൽഫിഷ് ഒക്കെ ആയിട്ടുള്ള അത്ര മേലണെങ്കിൽ പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത വല്ല വില്ലേജ് അസിസ്റ്റന്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു PSC എഴുതിയിട്ട് ഒരു ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽ ആവുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ. അയാള് ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഇയാൾക്കൊരു പോലീസ് കോൺസ്റ്റബിൾ ആവേണ്ടി വരുന്നു. അതായത് അയാൾ അതിന് ശേഷം അയാൾ കാണുന്ന കാഴ്ചകളും അയാളുടെ തിരിച്ചറിവുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഒരു ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടർ ആർക്ക് ഈ സിനിമയിൽ ഈ ക്യാരക്ടറിനുണ്ട്. കുറച്ച് പഴയ കാലഘട്ടമാണോ? 2000s. നമുക്ക് ഒരു ആലപ്പുഴയിലൊക്കെ തുടങ്ങി വയനാട്ടിൽ പുരോഗമിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ വെച്ചാൽ ആ ലാൻഡ്സ്കേപ്പും ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ നല്ല ഭയങ്കര രസമാണ് ഈ ഡിഫറൻസ്. നമ്മൾ അപ്പർ കുട്ടനാട്ടിൽ നിന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലവും അവിടെ കാടിനാൽ ചുറ്റപ്പെട്ട സ്ഥലവും അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിന് ഇവന് ഈ സാഹചര്യത്തിൽ ജീവിച്ചവൻ ആ സാഹചര്യത്തിൽ എത്തുന്ന സമയത്ത് അവന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ പോലീസിൻ്റെ അകത്തുള്ള ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ഒരു ആദിവാസി ഭൂസമരവും ഒക്കെ ഉണ്ട്. അപ്പം ഇവൻ്റെ പെർസ്പെക്റ്റീവിലാണ് കഥ പോകുന്നത്. പക്ഷെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര കലക്കൻ ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. ആര്യ സലീം ചെയ്യുന്നത്, പ്രണവ്, പിന്നെ ചേരൻ സാറ്, സുരാജേട്ടൻ, പിന്നെ പ്രിയമത ചെയ്യുന്ന ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ അതൊരു സിനിമയിൽ അങ്ങനെ വരുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫൈൻഡ് ആണ്. ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഡിഫൈൻഡ് ആണ്. അവർക്ക് അത് ഈ പറഞ്ഞ പോലെ ആ സിനിമയിൽ നമ്മൾ എന്ത് കാണിക്കുന്നു അതിനപ്പുറം ആ ക്യാരക്ടറിന് ജീവിതം ഉണ്ട് എന്ന് നമുക്ക് അവരുടെ സീനുകൾ കാണാം. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് കണ്ടായിരുന്നു. അത് ശരിക്കും നടന്നതാണ്. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് തന്നെയാണ്. നിങ്ങളൊക്കെ ഏത് വർഷം ജനിച്ച ആൾക്കാരാണ്? ഞാൻ 1997. 2003 ആണ്. ഇപ്പോൾ ഞാൻ 89 ആണ്. ഞാൻ ഈ ട്രാൻസിഷൻ ശരിക്കും കണ്ടുള്ള ആളാണ്. ഞങ്ങളുടെ ആ ഒരു കത്തുകളൊക്കെ എഴുതിയിട്ടുണ്ടോ? അപ്പൊ കത്തുകൾ എഴുതുക, അങ്ങനെ നമുക്ക് കത്ത് എഴുതി പ്രേമിക്കുക എന്നുള്ള പരിപാടിയൊക്കെ കണ്ടിട്ടുള്ള. എന്നാ നിങ്ങളെക്കാളും മുമ്പ് വാട്സപ്പും യൂസ് ചെയ്ത് തുടങ്ങിയതും നമ്മൾ തന്നെയാണ്. മനസ്സിലായോ? പക്ഷെ അപ്പോൾ ഈ 2003 എന്നൊക്കെ പറയുന്ന ഒരു സമയം, അല്ലെങ്കിൽ 97 എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ 2025 നിന്ന് ആലോചിക്കുമ്പോൾ 2025 നമുക്ക് ഒരേ ഇൻസിഡന്റിന്റെ ഡിഫറെന്റ് ആംഗിളിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ പല ഇന്റർപ്രിട്ടേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഫോൺ നമ്മളുടെ ഒരു എക്സ്റ്റേണൽ ഓർഗനായി മാറിക്കഴിഞ്ഞു. ഫോൺ പോയി കഴിഞ്ഞാൽ നമ്മളുടെ എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു അവയവം പോയ ഒന്നും പറ്റുപോലില്ല. നമ്മളിതിനകത്ത് ഭയങ്കര ഡിഫറൻസ്. ഞാൻ പറയുന്നത് ഞാനൊരു എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട്
അത് നോക്കിയുടെ മറ്റേ 3300 മറ്റേ റെഡ് കളർ മറ്റേ സാധനം അങ്ങനത്തെ ഫോൺ ഉണ്ടായിരുന്നു. അതെ അതെ അങ്ങനത്തെ ഫോണാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. അപ്പൊ സ്മാർട്ട് ഫോൺ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ 3rd ഇയറിലോ മറ്റും ആണ്. ഇപ്പൊ എന്ന് വെച്ചാൽ എന്റെ പിള്ളേര് ജനിച്ചു വീഴുമ്പോ തൊട്ട് സ്മാർട്ട് ഫോൺ കണ്ടിട്ട്. അന്ന് യൂട്യൂബ് ഇത്ര പോപ്പുലർ അല്ല, ശരിയാണ്. ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല. അന്ന് മെയിൻ സോഷ്യൽ മീഡിയാസ് തന്നെ ഉണ്ടോന്ന് എനിക്ക് സംശയമാണ്. ഓർക്കുട്ടൊക്കെ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടൊക്കെ അതെ, പിന്നെ ഈ ഐഫോൺ ഉണ്ടെന്ന് തോന്നുന്നില്ല അത് ആ സമയത്ത്. ഐഫോൺ ഉണ്ട് 97 ഐഫോൺ അല്ല ഉണ്ടെന്ന് അതെനിക്ക് അറിഞ്ഞൂടാ. ഓരോരുത്തവരെ ഡേറ്റ് ഒക്കെ നോക്കിട്ടെ നമ്മളെടുത്തിട്ട് പണി കോൺഫിഡന്റ് ആയിട്ട് പറയരുത്. എന്റെ ഒരു കോൺഫിഡൻസ് ഫോൺ ഉണ്ടെങ്കിൽ വെറുതെ ഗൂഗിൾ. ഞാൻ നോക്കിയിട്ടുണ്ട്. നീ 2003 ജനിച്ചല്ലേ? കുറച്ച് ഗൂഗിളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോൺ വിവരം ടൈമിലൊക്കെ ഐഫോണിന്റെ ഫസ്റ്റ് സീരീസ് ഒക്കെ ഇറങ്ങിയ ഒരു ടൈമിലൊക്കെയാണ്. സ്റ്റീവ് ജോസഫ് ആ ഒരു ടൈമിലൊക്കെ ഉണ്ട്. ജൂൺ 29, 2007. എന്ത് കോൺഫിഡന്റ് ആയിട്ടാണ്. മനസ്സിലായോ? നിന്നേക്കാളും കുറച്ച് ഓണം കൂടുതലുണ്ട് ആൾക്കാർക്ക്, നിന്നേക്കാളും കുറച്ചുകൂടെ വിവരം ഉണ്ടാവും. മനസ്സിലായോ? ഇതൊരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. കാരണം ഞാൻ പറയാം, അതാ പറഞ്ഞ ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. എല്ലാ പോഡ്കാസ്റ്റിലും ഇതുപോലെ കോൺഫിഡന്റ് ആയിട്ട് മുഖത്ത് നോക്കി എന്തെങ്കിലും കള്ളത്തരം വിളിച്ച് പറയാം. ഒരു റിഗ്രറ്റും ഉണ്ടാവില്ല കേട്ടോ. ചിരിച്ചിരിക്കണോ, ഒരു റിഗ്രറ്റും ഉണ്ടാവില്ല. അതിനൊരു സംശയത്തിന്റെ ആനുകൂല്യം പോലും കൊടുത്തില്ല. കള്ളം പറയണ നമ്മളൊരു സംശയം കൊടുക്കരുത്. അല്ല, അത് ഞാൻ പറയണത് അന്നത്തെ കാലഘട്ടം. അപ്പൊ ആ സമയത്ത് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര വ്യത്യസ്തമായിരുന്നു. ഇത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മള് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 15 ന്യൂസ് ചാനൽ ഉണ്ടാവും അല്ലേ? അല്ല, ഒരു പൊട്ടിക്കാ കോൺഫിഡൻസ് അല്ല ഉണ്ടാവും, ഉണ്ടാവും. അന്ന് ആകെ നമുക്ക് ഒരു വൈകുന്നേരം 7 മണിക്ക് അത് റെക്കോർഡഡ് ന്യൂസ് ആണ്. അപ്പോ അത് ഒരു ഇപ്പൊന്ന് വെച്ചാൽ ലൈവ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോഴത്തെ ആകെയുള്ള നമ്മളുടെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാ ആംഗിളിലെ വീഡിയോയും കിട്ടും, എല്ലാ പൊളിറ്റിക്കൽ വ്യൂ ഉള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസും കിട്ടും. ഇതിൽ നിന്നും നമ്മളുടെ ഒരു ഒപ്പീനിയനും നമ്മളുടെ ഒരു കാഴ്ചപ്പാടും വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എന്താണോ ഉൾക്കൊള്ളാൻ പറ്റുക ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക എന്നുള്ള ആ ചലഞ്ച് മാത്രമേ ഉള്ളൂ. ഇൻഫർമേഷൻ വരുന്നതിന്റെ കൂടുതൽ കുറെ മിസ്ഇൻഫർമേഷൻ വരുന്നു, അത് ഫിൽട്ടർ ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പൊ ചെയ്യേണ്ടത്. പണ്ട് അങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ മാത്രമൊന്നുമില്ല, അതാണ് കേൾക്കുന്നത് എന്താ വിശ്വസിക്കുക. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഇൻസിഡൻസ് കുറെയൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു മറുവശം ഉണ്ടായിരുന്നെങ്കിലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ആദ്യം ഉണ്ടായത് ഈ ക്യാരക്ടറാണ്. അതിനുശേഷം അങ്ങനെയാണ് നമ്മൾ ഈ സിനിമനെ സമീപിച്ചിട്ടുള്ളത്. ഇതിനൊരു മറുവശം ഉണ്ടായിരുന്നെങ്കിലോ. നമ്മൾ ഹിസ്റ്ററി തന്നെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഹിസ്റ്ററി 1857 എന്താണ് ഫസ്റ്റ് മറ്റേ റെവല്യൂഷൻ ഇന്ത്യയിൽ സംഭവിച്ചത്. 1857 അത് മാത്രമാണോ സംഭവിച്ചത്? ലോകത്തിന്റെ പല ഭാഗത്തും നമുക്കറിയാവുന്നത് ഇതാണ് എന്നുള്ളതാണ്. നമ്മളൊരു ഹിസ്റ്ററി എപ്പോഴും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയോ അതല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെയോ ഹിസ്റ്ററി മാത്രമേ ലോകത്തിൽ നിലവിലുള്ളൂ. ഒരു ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെയോ പിന്നീട് ഭരിച്ചിട്ടുള്ള പ്രധാനമന്ത്രിമാരുടെയോ ഒക്കെ ചുറ്റിപ്പറ്റിയാണ് ഹിസ്റ്ററി. അവിടുത്തെ ഒരു കോടിക്കണക്കിന് ജനങ്ങളുള്ളതിൽ ഓരോരുത്തരുടെയും ഹിസ്റ്ററി പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ വേർഷൻ ഡിഫറെന്റും ആയിരിക്കും. നമുക്ക് ഈ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഈ വാർത്ത പുറത്ത് വിടുന്ന ആൾക്കാർ പറയുന്നത് വിശ്വസിക്കാനുള്ള ഒറ്റ ഓപ്ഷൻ നമുക്കുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ നമുക്ക്, ഇതൊരു സിനിമയായിരുന്നെങ്കിൽ ക്ലൈമാക്സിൽ നമുക്ക് എല്ലാ സത്യവും തിരിച്ചറിയാൻ പറ്റും എന്നെങ്കിലും വിചാരിച്ച് ആശ്വസിക്കാം. ലൈഫിൽ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ അങ്ങനത്തെ വേറൊരു ആംഗിളിലുള്ള ഒരു സിനിമനെ നോക്കി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇത് നമുക്കൊരു ഡോക്യുമെന്ററി സ്വഭാവമുള്ള ഒരു സിനിമ, ഒരു ഇൻസിഡന്റിനെ എടുത്തിട്ട് അതിനെ അതേ ഷോട്ട് ബൈ ഷോട്ട് റീക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ബയോപിക് സ്വഭാവമുള്ള അങ്ങനത്തെ ഒരു സിനിമയല്ല. എൻ്റെ ക്യാരക്ടർ ഫിക്ഷനിലാണ്. അല്ലെങ്കിൽ ഇതിനകത്തുള്ള സുരായേട്ടൻ്റെയും ചേരൻ സാറിൻ്റെയും ഒക്കെ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ഫിക്ഷനിലാണ്. പിന്നെ ഇതിനകത്ത് കഥയിലും നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ ഈ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്നും നമ്മൾ കേട്ട കഥയിലും നമ്മൾ കുറച്ച് ഫിക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സിനിമയുടെ സ്വഭാവം അതിനുണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ അതിനകത്തുള്ള പറഞ്ഞിട്ടുള്ള ഈ ഒരു ആശയം എന്ന് പറയുന്നത് ഭയങ്കര ജെന്യൂനാണ്. ജെന്യൂൻ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബേസിക് ഹ്യൂമൻ ഇമോഷൻസ് എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പിയറൻസ് വൈസും ഒരു
ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് അല്ലേ ശരിക്കും പറഞ്ഞാൽ നരുവേട്ടല്ലേ അതൊരു നമ്മൾക്ക് എന്താ വെച്ചാലും പോലീസ് വേഷങ്ങൾ വേറെയും അതെ. ചെയ്തിട്ടുള്ളതായിരുന്നു. ഒരു സ്റ്റില്ല് കണ്ടാൽ ഇത് ഇയാൾ ഏത് സിനിമയിൽ അഭിനയിച്ചാണെന്ന് ആൾക്കാർ മനസ്സിലാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഓഹോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ സിനിമയിൽ തന്നെ ഇയാൾക്കൊരു 2-3 ഫേസ് ഉണ്ട്. പോലീസ് ആവുന്നതിന് മുമ്പ് അതെ അതെ അത് ആ ട്രെയിലറിൽ തന്നെ ഉണ്ട്, അത് ആക്ച്വലി ട്രെയിലറിലുണ്ട് അത്. പിന്നെ ഈ മിന്നൽ വള പാട്ടിനകത്ത് കാണുന്നത് ആ പാട്ട് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അതാണ് ഇപ്പൊ കണ്ണിലെ ട്രെൻഡിങ് പാട്ട്. അപ്പൊ ആ പാട്ടിനകത്ത് ഫങ്കൊക്കെ ഉള്ള മീശയല്ല അയാൾക്ക് താടി. ആ ആളാണ് പിന്നീട് പോലീസായി മാറുന്നത്. അപ്പോൾ ലുക്ക് അങ്ങനെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ തീരുമാനിച്ചതാണ്. ഈ 3 ലുക്കും വരുന്ന സമയത്ത് ഈ കാലഘട്ടവും ഒക്കെ മാർക്ക് ചെയ്യുന്നത് ഈ ലുക്ക് വെച്ചിട്ട് ആണ് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ തല്ലുമാലയിൽ ആ നോൺ ലീനിയർ നറേഷൻ, ഇതിനും കുറച്ച് നോൺ ലീനിയർ നറേറ്റീവ് ആണ് ഇതിൻ്റെ. അപ്പോൾ ഈ നോൺ ലീനിയർ നറേഷൻ്റെ ഇടയ്ക്ക് കാലഘട്ടം മാറിയത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ക്യാരക്ടേഴ്സിൻ്റെ രൂപമാറ്റമാണ് തല്ലുമാലയിൽ ഫുള്ളായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇതിനകത്തും തല്ലുമാലയുടെ അത്രയും നോൺ ലീനിയർ പരിപാടി അല്ലെങ്കിലും ഇത് നോൺ ലീനിയർ ആയിട്ടാണ് കഥ ഇങ്ങനെ അൺവീൽ ചെയ്ത് വരുന്ന പോലെയാണ്. അപ്പോൾ അപ്പോൾ ഈ ലുക്ക് ചേഞ്ച് കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് അയാളുടെ പ്രൊഫഷൻ അനുസരിച്ച് ഒക്കെ നമുക്ക് ലുക്ക് മാറ്റാലോ. അതാണ് അത്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്താൻ പറ്റുള്ളൂ. ചെയ്യുന്നത് ഒരാൾ തന്നെയാണല്ലോ. ഒരുപാട് ടൈം കൺസ്യൂം ചെയ്താണോ ഈ ഒരു ഷൂട്ട് ടൈം? അല്ല, ഇതിന്റെ ഒറ്റ ഒരു സ്കെഡ്യൂൾ നമ്മളിവിടെ കുട്ടനാട്, മറ്റേ വയനാട് അടുത്തൊരു സ്കെഡ്യൂള് അങ്ങനെ തീർത്തു. അല്ലാണ്ട് ഇത് ഒരുപാട് സമയം എടുത്തിട്ടില്ല. അതായത് ഇതിന്റെ ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് ഞാൻ ARMന്റെ പ്രൊമോഷൻസും ഒക്കെ ആയിട്ട് പോയി. തിരിച്ചു വന്ന് ഞാൻ എമ്പുരാന്റെ കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ ഇതിലേക്ക് ഓക്കെ. അപ്പോൾ ഡോന ചേട്ടാ, അപ്പോൾ നമ്മൾ ഇത്ര നേരം ഈ സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ടും അതിന് മുമ്പ് ട്രാവലിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ സിനിമ അല്ലാതെ ടോവിനോ ചേട്ടന് സന്തോഷം തരുന്നത് എന്താണ്? ട്രാവലാണോ ശരിക്കും, അതോ വേറെ എന്താ? ഈ സിനിമ ചെയ്യുക എന്നുള്ളതല്ലാതെ എക്സ്ട്രീം ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്തിനാണ് ടോവിനോ ചേട്ടന്? എന്ത് ചെയ്യുമ്പോഴാണ്? സിനിമ അഭിനയിക്കുമ്പോൾ, സിനിമ കാണുമ്പോൾ ഭയങ്കര എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നതും സിനിമ ആണല്ലോ. തന്നെ ഒരു ദിവസം ഒരു സിനിമയെങ്കിലും നമ്മൾ കാണും. കാര്യം ഫ്രീ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിലിരുന്നിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ലോങ് ജേർണി ഒക്കെ ഞാൻ കാറിലിരുന്നിട്ടാണെങ്കിലും ചിലപ്പോൾ ഞാൻ ഒരു സിനിമയൊക്കെ കാണുമായിരിക്കും. സിനിമയും സീരീസും അതൊക്കെ കാണുക എന്നുള്ളത് അത് ഈ നമ്മളുടെ ജോലിക്ക് വേണ്ടി ഹോംവർക്ക് ചെയ്യണമെന്നല്ല, എനിക്ക് ഇഷ്ടമാണിത് കാണാൻ എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അതല്ലാതെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഫാമിലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറെ പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊണയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കും. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഒബ്വിയസ്ലി യാത്രകൾ ഇഷ്ടമാണ്. പിന്നെ പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അതിനെനിക്ക് അങ്ങനത്തെ ഒരു സ്പേസും അങ്ങനത്തെ ഒരു സാഹചര്യം വേണം. ബഹളത്തിനിടയ്ക്ക് പുസ്തകം വായിക്കാൻ പറ്റും. കോമിക് ബുക്സ് ആണോ വായിക്കാൻ ഇഷ്ടം? കോമിക് ബുക്സ് ആണോ കൂടുതലും? കോമിക് ബുക്സ് ഞാൻ അങ്ങനെ അധികം വായിച്ചില്ല. എനിക്ക് നോവലുകൾ, ഷോർട്ട് സ്റ്റോറീസ്, പിന്നെ ഈയിടെയായിട്ട് കുറച്ച്, അത് എനിക്ക് ഓരോ സമയത്ത് നമുക്ക് ഓരോ തോന്നുന്നു. ഈയിടെയായിട്ട് കുറച്ച് ഇങ്ങനെ ഒരു ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അങ്ങനത്തെ സാധനങ്ങളും, അതല്ലെങ്കിൽ മൊത്തം ഹ്യൂമൻ റൈസിന്റെ ഹിസ്റ്ററി ഒക്കെ പറയുന്ന സാപ്പിയൻസ് പോലത്തെ ബുക്സും അതൊക്കെ. മലയാളം പുസ്തകങ്ങൾ തന്നെയാണ് വായിക്കുന്നത് കൂടുതൽ? മലയാളം ഇംഗ്ലീഷും വായിക്കും. രണ്ടേ വായിക്കാൻ അറിയുള്ളൂ. ഡോന ചേട്ടാ, ഈ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഡോന ചേട്ടൻ്റെ ഒരു ഗ്രോത്ത് ടൈം, എന്തായാലും നമ്മുടെ ലൈഫിലൊരു ചേഞ്ച് ടൈം ഉണ്ടാവുമല്ലോ. ഫ്രം ഒരു സ്ക്രാച്ച് ടു നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് എപ്പോഴും അപ്പോൾ ഇപ്പോഴും ടോവിനോ ചേട്ടൻ്റെ ലൈഫിലുള്ള ഫ്രണ്ട്സിൽ കൂടുതലും ലൈക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ആൾക്കാരാണോ, അതോ ഇപ്പോൾ ടോവിനോ ചേട്ടന് സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഒരു സർക്കിൾ എന്ന് പറയണത് ഇപ്പോൾ ഉള്ള ആൾക്കാരാണോ, അതോ പണ്ട് തൊട്ടേ? 32 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ LKG മുതൽ ഉള്ള അവർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സും. അത് ഞാനിപ്പോൾ എവിടെ കുറച്ച് പേര് ദുബായിലുണ്ട്, ഒരുത്തൻ സ്വീഡനിലുണ്ട്, അബുദാബിയിൽ ആൾക്കാരുണ്ട്, ഒരുത്തൻ ഖത്തറിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇവരുടെ കൂടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എനിക്ക് എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ചെല്ലുന്ന സമയത്ത് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്നിട്ട് നിൽക്കുന്നത് പോലെ, അതുപോലെ ഞങ്ങൾ ഈ യാത്രകളും പോവും ഞങ്ങൾ ഒരുമിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് പോകുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു, കസിൻസിൻ്റെ കൂടെ പോകുന്നു പറഞ്ഞ പോലെ ഇവരുടെ. അപ്പോൾ പണ്ട് മുതലേ ഉള്ള, എനിക്ക് ഒരിക്കലും പ്രിറ്റൻഡ് ചെയ്യണ്ടാത്ത, എന്നെ ഒരു സിനിമാ നടനായിട്ടൊന്നും ട്രീറ്റ് ചെയ്യാത്ത അങ്ങനത്തെ ആൾക്കാരാണ്. അവർക്ക് എൻ്റെ വളർച്ചയും തളർച്ചയും ഒന്നുമില്ല. ഞാൻ എന്താണെന്ന് അവർക്കറിയാം. എന്നെ ഞാനായിട്ട് തന്നെ
അറിയുകയും ഉൾക്കൊള്ളാനും സാധിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഈ 30-32 കൊല്ലമായിട്ട് പരിചയമുള്ള ആൾക്കാർ ഇപ്പോഴും തല്ലുകൂടും, ഇപ്പോഴും. എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പം എനിക്കറിയാം, എനിക്ക് നേരെ ഒരു വെടിയുണ്ട വന്നാൽ അത് ചാടി വീണ് ഏറ്റുവാങ്ങാൻ പറ്റുന്ന അത്രയും നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ഭയങ്കര കോർ ഫ്രണ്ട്സ് ഉള്ള ആളാണ് ഞാൻ. തിരിച്ച് അതുപോലെ തന്നെ ഞാനും അവരോട് അത്രയും കമ്മിറ്റഡ് ആണ്. നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് അന്ന് മുതൽ ഇന്ന് വരെയും അതൊക്കെ അവരുടെ ഒരു പേഴ്സണൽ വിക്ടറി ആയിട്ട് കാണുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതും എൻ്റെ ഓരോ സിനിമയും വിജയിക്കുന്നതും അത് അവരുടെ പേഴ്സണൽ വിക്ടറിയും അവരുടെ പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആയിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു സിനിമ വേണ്ട രീതിയിൽ വർക്കായില്ലെങ്കിൽ എന്നേക്കാൾ വിഷമിക്കുന്ന ആൾക്കാർ എൻ്റെ സുഹൃത്ത് സംഘത്തിലുണ്ട്. എന്നാൽ ഇവരൊക്കെ ഇവരുടെ വേറെ ജീവിതത്തിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ എൻജിനീയേഴ്സോ അല്ലെങ്കിൽ വേറെ ബിസിനസ്മെന്നോ അങ്ങനത്തെ ഒക്കെ പല മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ കരിയർ വൈസ് ഞാൻ എൻ്റെ അച്ചീവ്മെൻറ്റ്സും എൻ്റെ ഫെയിലിയേഴ്സും ഒക്കെ അവരുടേതുപോലെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആനന്ദിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ ഉണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ചെറുപ്പം മുതലുള്ള ആൾക്കാരാണ്. എനിക്ക് അവരൊന്നും ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് എന്നെ ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് അവരൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ സിനിമയിൽ വന്നതിന് ശേഷം കിട്ടുന്ന ഫ്രണ്ട്സ് ചിലപ്പോൾ എന്നെ ഒരു ആക്ടറായിട്ട് കണ്ടിട്ടായിരിക്കും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവരെന്നെ അങ്ങനെ ട്രീറ്റ് എനിക്ക് ഒരു പരിഗണനയും പടമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിളിച്ചൊക്കെ പറയാറുണ്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയും, ഇഷ്ടപ്പെട്ടാലും പറയും. അപ്പൊ ആ പറച്ചിലില് ഈ പറഞ്ഞ പോലെ എന്നെ ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ തളർത്ത് രണ്ടും ചെയ്യേണ്ട കാര്യമില്ലാത്ത ആൾക്കാരാണ് ഇവര്. എടാ അത് കുറച്ചുകൂടെ നന്നാവണമായിരുന്നു കേട്ടോ എന്ന് പറയും. അമ്മ കലക്കേടാ എടാ ഞങ്ങൾക്ക് ഭയങ്കര അങ്ങനെയും പറയും. ഒരു ആ ട്രൂ ഇമോഷൻ നമ്മളെ അല്ല ചേട്ടാ, ഞങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ട്രീമൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഈ പൈസയും ഇതുമൊക്കെ മതി. ടോണി ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഫെയിമും പൈസ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ കുറേയൊക്കെ ഫ്രണ്ട്ഷിപ്പുകൾ ഇല്ലാണ്ടായി പോകുമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഒന്നാമത് എൻ്റെ ഒന്നിൻ്റെയും മാനദണ്ഡം ഫെയിമും പൈസയും അല്ല. എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. വെറുതെ ഇരിക്കുന്നതിന് ഒരു രൂപ ചെലവില്ല. അപ്പോൾ ഫെയിമും ആവശ്യമില്ല. വെറുതെ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയിട്ട് എനിക്ക് വെറുതെ ഇങ്ങനെ അപ്പോൾ ഞാനിടയ്ക്ക് ഇങ്ങനെ ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഏതെങ്കിലും മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ വെറുതെ ഒരു പണിയില്ല, അത് റേഞ്ചും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോടും കസിൻസിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി ലോകത്തിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഇത്രയും സമാധാനത്തിലിരിക്കുന്നുണ്ടാവും? ചിലപ്പോൾ വളരെ ചെറിയ പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ ഉറപ്പായിട്ട്. അപ്പോൾ അങ്ങനെ ആ സമാധാനത്തിൽ നിന്ന് വരുന്ന ഭയങ്കരമായിട്ടുള്ളൊരു സംതൃപ്തി, സന്തോഷം, അതിലിരിക്കാനായിട്ട് ഈ ഫെയിമും മണിയും സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. അതുകൊണ്ട് എൻ്റെ ഒരാളായിട്ടുള്ള ഒരു സൗഹൃദത്തിന് ഇതൊന്നും അടിസ്ഥാനമല്ല. അവരുടെ ജാതിയോ മതമോ ജോലിയോ ലിംഗഭേദമന്യേ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഒരാൾ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൂട്ടിരിക്കുന്ന ആളുണ്ടെങ്കിൽ അത് ആര് വേണമെങ്കിലും ആവാം. ഒറ്റ കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ പറയുന്നതിന് അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. എന്നാലും ഇതിനൊക്കെ മൈലേജ് ഉണ്ടാവുള്ളൂ ഫ്രണ്ട്ഷിപ്പിനൊക്കെ. പിന്നെ ഞാനങ്ങനെ വരുന്ന ആൾക്കാരെ ജഡ്ജ് ചെയ്യാറുമില്ല. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷവും എനിക്ക് വളരെ നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലതെന്ന് വെച്ചാൽ നാളെ എനിക്ക് പൈസ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത സമയത്ത്, എനിക്ക് ഫെയിം ഇല്ലാത്ത സമയത്തും എന്നെ വിട്ടു പോകില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള സുഹൃത്തുക്കളെയും എനിക്ക് സിനിമയിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് എനിക്കൊന്ന് ഓരോരുത്തരുടെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാളുടെ പേഴ്സണാലിറ്റിയാണത്. അത് എനിക്ക് അങ്ങനെ സിനിമയിൽ വരുന്നതിന് മുമ്പും ശേഷവും നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കോർ ടീം ഉറപ്പായിട്ടും എൻ്റെ പഴയ കൂട്ടുകാർ തന്നെ. ടോണി ചേട്ടൻ തന്നെ തോന്നിയിട്ടില്ലേ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടോണി ചേട്ടനാണെങ്കിലും സമാധാനത്തോടെ ഒരിടത്ത് പോയി ഇരിക്കാൻ പറ്റുന്നതിന് ഒരു മെയിൻ റീസൺ നമുക്ക് പൈസ തരുന്ന സന്തോഷം വേറൊരെണ്ണമാണല്ലോ. കാരണം ഇപ്പം മണിയുടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്തൊരു തിയറിയാണ് മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നുള്ളൊരു സ്കീം. അപ്പോൾ അത് ഞാൻ ഒരിക്കലും എനിക്ക് ആവശ്യത്തിന്
ചെലവാക്കാൻ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് വലിയൊരു ദുഃഖം ഭയങ്കര തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ആവശ്യത്തിന് ചെലവാക്കാൻ കയ്യിൽ പൈസ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു സന്തോഷം തന്നെയാണ്. മണി കാൺ ബൈ ഹാപ്പിനെസ് അല്ല, മണി ഈസ് ഹാപ്പിനെസ്. അതാണ് സത്യം. അതാണ് സമയത്ത് നമുക്ക് പൈസ ആവശ്യമുള്ളത് അത് പൈസ തന്നെ വേണ്ടി വരും. ഉറപ്പായിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക് സംഭവിച്ചോ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരേണ്ടി വരും. അല്ല, അത് പൈസയൊക്കെ ആവശ്യത്തിന്. പക്ഷെ പൈസക്ക് ഉപരി വേറെ ആഡംബരത്തിന് വേണ്ടി പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബേസിക് നീഡ്സ് നമ്മുടെ കാര്യങ്ങൾ സന്തോഷത്തോടെ നടന്നു പോകുന്ന നമ്മുടെയും രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ളവരും കാര്യങ്ങൾ നടന്നു പോകും. അതെ. ഡീസൻ്റ് ആയിട്ട് നടന്നു പോകാനായിട്ടുള്ള പൈസയാണ് ഞാൻ അത് ഈ ആഡംബരം എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഭയങ്കര സന്തോഷം തരുമെന്ന്. അതില്ല അത് ഉറപ്പായിട്ടും. ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ അത് ഭയങ്കര ആവശ്യത്തിന് പൈസ ഇല്ലാഴിക എന്നുള്ളൊരു പ്രശ്നമാണ് നമുക്ക്. ഈ റീൽസിലൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ കുറച്ച് നമ്മുടെ ഈ സറൗണ്ടിങ്സിലുള്ള പിള്ളേരൊക്കെ കുറച്ച് റീൽ ഫാൻറ്റസിയിൽ ജീവിക്കുന്ന പിള്ളേരാണ്. അപ്പം ഇതിലൊക്കെ മറ്റേ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ എന്റെ അക്കൗണ്ട് നമ്പർ വരെ അല്ല എന്റെ അത് അങ്ങനെ ഒരു നോർമലി അങ്ങനത്തെ ഒരു സ്കീമിൽ പിള്ളേരൊക്കെ ഇപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്ക് പേഴ്സണലിയും ഇപ്പം എൻ്റെ കാര്യം പറയാനാണെങ്കിൽ തന്നെ ചേട്ടാ, നമുക്കിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് റീസെൻ്റ്ലി ഒരു 2 വർഷം മുമ്പ് ഒരു ട്രീറ്റ്മെൻറ്റ് നടന്ന സമയത്ത് പുള്ളിക്കാരിയെ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ സർജറിയും ഇതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പം എനിക്ക് തന്നെ എൻ്റെ അമ്മയെ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ല കെയർ ആയിട്ട് നോക്കണ കുറേ ആൾക്കാരൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലിൽ അവിടെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളടത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് കൂടുതലാണ്. ഞാൻ ഇതൊന്നും പറയണില്ല, ബ്രാൻഡ് ഇതൊന്നും പറയണില്ല. അപ്പോൾ കുറച്ച് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ ഞാൻ അവിടെ കൊണ്ട് ഇതാക്കിയപ്പോഴത്തേന് തിരിച്ചിറങ്ങി വന്നപ്പോൾ എനിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ മുഖത്തുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. ലൈക്ക് പുള്ളിക്കാരി അത്രയും പേടിച്ച് പോയിട്ട് അവിടുന്ന് ഞാൻ ചെന്നപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ചെല്ലാൻ പറ്റിയത്. ഞാൻ പുറത്തായിരുന്നു. അപ്പം വന്നപ്പോഴത്തേക്കിന് പുള്ളിക്കാരി നേഴ്സുമാരോടൊക്കെ കമ്പനിയൊക്കെ അടിച്ച് മോളെ പോലെയൊക്കെ മറ്റേ 2 ദിവസം കഴിഞ്ഞ് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിലേക്കായി. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി പുള്ളിക്കാരിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. പൈസ കൊണ്ട് മാത്രം സന്തോഷം കൊടുക്കാൻ പറ്റത്തില്ല. അതും ശരിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ കൊണ്ട് സന്തോഷം വാങ്ങാം, അല്ലെങ്കിൽ സന്തോഷം നമ്മുടെ കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം കൊടുക്കാൻ സന്തോഷമായിരിക്കും. പക്ഷെ അതിന് പൈസ മാത്രം സമയത്ത് പൈസക്ക് ഈ ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവാം. പൈസ അല്ല അൾട്ടിമേറ്റ്. അതെ, മണി അൾട്ടിമേറ്റ് അല്ല, പക്ഷെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ. പൈസക്ക് യാതൊരു വാല്യൂ ഉണ്ടാവില്ല. പറഞ്ഞ പീസ് ഓഫ് പേപ്പറിൽ ഈ അക്കോ എഴുതിയിട്ട് അതിന് നമ്മൾ കൽപ്പിക്കുന്ന മൂല്യമാണ്. അല്ലാണ്ട് ആ മെറ്റീരിയലിന്റെ കോസ്റ്റോ മെറ്റീരിയലിന്റെ വാല്യൂ അല്ല. ഒരു സ്വർണ്ണ നാണയത്തിന് ആ മെറ്റീരിയലിന്റെ വാല്യൂ ഉണ്ടാവും. നമ്മളുടെ ഉപയോഗിക്കുന്ന നോട്ടിനും ആ മെറ്റീരിയലിന്റെ വാല്യൂ പോലും ഇല്ല. ഒരു പേപ്പറിന്റെ പീസാണ്. അതിൽ നമ്മൾ അതിന് സങ്കല്പിക്കുന്ന ഒരു മൂല്യമാണ് പൈസക്ക് ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ചില സമയത്ത് ആ മെറ്റീരിയലിന്റെ അത്രയും പോലും പൈസ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ പൈസ അല്ല അൾട്ടിമേറ്റ്, പക്ഷെ പൈസ ഉണ്ടെങ്കിൽ കൺവീനിയന്റ് ആണ്. അതെ. അല്ല ചേട്ടാ, ഞാനൊരു ഗെയിമർ ആയതുകൊണ്ട് ചോദിക്കാം, ചേട്ടൻ ഗെയിമൊക്കെ കളിക്കാറുണ്ടോ? ലുഡോ ലുഡോ മാത്രമേ കളിച്ചിട്ടുള്ളൂ? ഫ്രണ്ട്സ് ആയിട്ടാണോ അതോ? ഫ്രണ്ട്സ് ആയിട്ട് അല്ല, ലുഡോ ആകുമ്പോഴേ നമുക്ക് ഒരുപാട് സമയം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഒരുപാട് അത്രയും ഒരു സീരിയസ്നെസ് അതിന് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കളിക്കുന്ന ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഞാനും ഈ പറഞ്ഞ PS4 ആ സമയത്ത് പ്ലേ സ്റ്റേഷൻ ഗെയിംസും അല്ലാതെ മൊബൈലിലാണെങ്കിൽ തന്നെ നമ്മൾ ചെറിയ ഗെയിംസും ഒക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാനാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും തുടങ്ങിയാൽ അതിൽ തന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരാളുമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറിയ ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് ഈ ലുഡോ അങ്ങനത്തെ എന്തെങ്കിലും കൂട്ടുകാരൊക്കെ കൂടെ ചേർന്നിരിക്കുമ്പോഴൊക്കെ വേറെ ഗെയിംസ് ഒന്നും കളിക്കാറില്ല? മിനി മിൽഷ്യ അങ്ങനത്തെ മിനി മിൽഷ്യൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നിർത്തിയതാണ് ഞാൻ. നമ്മളൊരു റൂമിനകത്ത് ഒരു 5-8 4 മൂലക്കിരുന്ന് ഇങ്ങനെ മിനി മിൽഷ്യ കളിക്കുന്നു. ബാക്കിൽ നിന്ന് പിടിക്കുന്നു, ഫ്രണ്ടിൽ നിന്ന് പിടിക്കുന്നു. പബ്ജി കളിച്ചിട്ടുണ്ടോ? പബ്ജി കളിച്ചിട്ടില്ല. എനിക്ക് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും തിരക്കായി. ഇംഗ്ലീഷൊക്കെ പിന്നെയും ഒരു കുട്ടി സ്വഭാവം, മറ്റേത് കുറച്ചുകൂടെ പ്രോ ലെവലാണ്. അങ്ങനെ സീരിയസ് ആയിട്ട് ഈ എടുക്കാൻ തോന്നിയിട്ടില്ല. മക്കളൊക്കെ ഇപ്പൊ കളിക്കാറൊക്കെ ഉണ്ടോ? പ്ലേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടോ?
ഇല്ലില്ല, പ്ലേ സ്റ്റേഷൻ ഒന്നും കളിച്ചു തുടങ്ങിയിട്ടില്ല. ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫോണിലിരുന്നിട്ട് അവരുടെ കസിൻസ്, അതായത് എന്റെ ചേച്ചിയുടെ പിള്ളേരുടെ ഒക്കെ ആ ഇൻഫ്ലുവൻസ് ഉണ്ട്. അവനൊക്കെ പബ്ജി കളിക്കുന്ന പിള്ളേരല്ലേ? കളിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഗെയിമുകളും പരിപാടിയൊക്കെ സൈഡിൽ പോയിരുന്നിട്ട് കുറച്ചു നേരം ഞാൻ കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ചേട്ടാ, ഞാൻ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യണ ലൈവ് ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള നടന്മാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ ടോവിനോ ചേട്ടനൊക്കെ ഇഷ്ടം? അതായത് ഞാൻ ചോദിക്കണത് ഒരു പവർഫുൾ മറ്റേ അങ്ങനത്തെ ക്യാരക്ടർ, അല്ലെങ്കിൽ ഭയങ്കര നാച്ചുറൽ, ഇപ്പോൾ ഈ ഒരു കുപ്രസിദ്ധ പയ്യൻ ഒക്കെ പോലത്തെ ലൈക്ക് കോമൺ മാൻ, അങ്ങനത്തെ ഒരു നോർമൽ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അങ്ങനത്തെ ക്യാരക്ടറുകൾ ചെയ്യാനാണോ അതോ ഭയങ്കര പവർഫുൾ ഈ പറയണത് പോലെ മറ്റേ റോക്ക് സ്റ്റാർ ക്യാരക്ടേഴ്സ് ചെയ്യാനാണോ? എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇതിലെന്താ വെച്ചാല് ഇപ്പൊ ഓരോരുത്തർക്കും ചിലപ്പോ കാഴ്ചപ്പാട് വേറെ ഡിഫറെന്റ്. എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എനിക്ക് സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കാൻ അറിയോ എന്ന് പോലും എനിക്ക് അറിയാത്തൊരു സമയത്താണ് ഞാൻ സിനിമയിൽ വരുന്നത്. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ വെച്ചാൽ ആസ് എൻ ആക്ടർ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ ഓരോ സിനിമയും കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തല്ലുമാലയിൽ ഇവന്മാരെന്നെ 2 സ്റ്റെപ്പ് എന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് 4 പാട്ടിൽ ഡാൻസ് കളിപ്പിച്ചു. ഞാൻ പോലും വിശ്വസിച്ചിട്ടില്ല എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഡാൻസ് പോടാ എന്ന് പറഞ്ഞിട്ടില്ല, 2 സ്റ്റെപ്പ് കളിയാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ അത് എന്നെ ഞാൻ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ കഴിവിൽ വിശ്വസിച്ച കൂട്ടുകാർ എനിക്കുണ്ടായിരുന്ന കാരണം കൊണ്ട് എനിക്കെന്തോ നല്ല സിനിമകളും സംഭവിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പഠിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AR എമ്മിന് വേണ്ടിയിട്ട് കളരി, എല്ലാത്തിൽ നിന്നും നമ്മൾ എന്തെങ്കിലും പുതിയത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കാം നമുക്ക്. നമ്മളതിനെ കണ്ടെത്തുന്നില്ല, നമ്മളതിനെ നേർച്ചർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കുറച്ച് നഞ്ചക്സ് യൂസ് ചെയ്യാൻ അറിയാം, ചെറിയ മറ്റേ കിക്കപ്സ് പോലത്തെ അങ്ങനത്തെ സ്റ്റൺസ് ചെയ്യാൻ അറിയാം, എൻ്റെ കാല് പണ്ട് പൊങ്ങിയിരുന്നതിനേക്കാൾ കൂടുതൽ പൊങ്ങുന്നുണ്ട്. ഇതൊക്കെ ബൈ പ്രാക്ടീസ് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഒരു ബൈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇൻ സം മന്ത്സ് ഓർ ഇയേഴ്സ് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ, നമ്മൾ ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. നമ്മൾ വിചാരിച്ചതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തതിനേക്കാളും വളരെ കൂടുതൽ പൊട്ടൻഷ്യലുള്ള ആൾക്കാരായിരിക്കാം നമ്മൾ. അപ്പോൾ ആക്ടിങ്ങിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് ആസ് ആൻ ആക്ടർ എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് അതിൻ്റെ ലിമിറ്റ്സ് അറിയില്ല. എനിക്ക് അത് ലിമിറ്റ്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ ലിമിറ്റ്സ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ എനിക്ക് ഒരു പുതിയൊരു ഏരിയയും കൂടെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ. എന്നിട്ട് അത് നന്നായി എന്ന് ആൾക്കാർ പറഞ്ഞാൽ അതെൻ്റെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് പുതിയൊരു കാര്യം കൂടെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് പലതരം ക്യാരക്ടേഴ്സ് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പവറുള്ളതും പവർ ഇല്ലാത്തതും, പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ളതും, ഫാന്റസി, സാങ്കല്പികമായിട്ടുള്ളത്, നായകൻ, വില്ലൻ. നായകൻ എന്നൊക്കെ പറഞ്ഞാൽ നായകന് നല്ലത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് ഭയങ്കര ആവും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വില്ലൻ ചെയ്യാൻ വേണമെങ്കിൽ, സാധാരണ ചെയ്യാൻ വേണമെങ്കിൽ, ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലോഡ് ആയിട്ടുള്ള ഹീറോസ്. നമ്മളെല്ലാവരും ആരും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലല്ലോ നമ്മളുടെ ക്യാരക്ടർ ഇരിക്കുന്നത്. സം ഷെയ്ഡ് ഓഫ് ഗ്രേ ആണ് നമ്മളെല്ലാവരും. നമ്മൾ എത്ര അല്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്കറിയാലോ. അപ്പോൾ അങ്ങനത്തെ ഓരോ മനുഷ്യന്മാരുടെ ഫ്ലോഡ് ആയിട്ടുള്ള നായകന്മാരുടെ, നായകൻ എന്നും പറയാൻ പറ്റില്ല, ഫ്ലോഡ് ആയിട്ടുള്ള ലീഡ് ക്യാരക്ടേഴ്സിന്റെ മാനസിക വ്യാപാരങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അപ്പൊ പിന്നെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ സിനിമകളുടെ ഭാഗമാകും. പലതരം സിനിമകളുടെ ഭാഗമാകുമ്പോൾ പലതരം ആളുകളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും പുതിയത് പഠിക്കാനുണ്ടാവും. ഫാന്റസി പടം ചെയ്യുക, റിയലിസ്റ്റിക് പടം ചെയ്യുക, ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ചെയ്യുക, ഒരു ഇമോഷണൽ ഡ്രാമ ചെയ്യുക, ഒരു ആക്ഷൻ എന്റർടൈനർ ചെയ്യുക, പറ്റിയാൽ ഒരു ഹൊറർ പടം ചെയ്യുക. ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുക. നമുക്കറിയില്ല പ്രേക്ഷകർക്ക് എന്താ വേണ്ടതെന്ന്, അവർക്കും അറിയില്ല. നമ്മൾ നമ്മളുടെ ബെസ്റ്റ് ചെയ്യുക, അത് അവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ വെൽ ആൻഡ് ഗുഡ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, ലെറ്റ്സ് ട്രൈ സംതിങ് എൽസ്. അല്ല, ടോവിനോ ചേട്ടനോട് ഞാൻ മെയിനായിട്ട് അത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ ഈ ക്യാരക്ടേഴ്സ് നമ്മൾ ഓരോന്ന് ചൂസ് ചെയ്യുമ്പോഴേ നമ്മൾ ഷൂട്ടിൽ കുറേ നാൾ ആ ഒരു ക്യാരക്ടറായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ക്യാരക്ടർ ഇതുവരെ ടോവിനോ ചേട്ടനിലേക്ക് ഷൂട്ട് കഴിഞ്ഞിട്ടും ആ ക്യാരക്ടറിൻ്റെ ബിഹേവിയറിൽ ഇത്
നിന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സാധാരണ പറയൂലേ ഒരു 21 ദിവസം മതി ഒരു ശീലം ഉണ്ടാവാൻ. അതെ അതെ. അപ്പൊ നമ്മള് 21 ദിവസത്തിലും മേലെയാണല്ലോ എല്ലാ സിനിമയുടെയും ഷൂട്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ നടത്തം, ഒരു പെർട്ടിക്കുലർ നിപ്പ്, നോട്ടം ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ അത് കുറച്ച് ദിവസം കൂടെ അതിന്റെ ഒരു ഹാങ് ഓവർ നമ്മുടെ ഇതിൽ കിടക്കുമായിരിക്കും. പക്ഷെ എഗെയിൻ അടുത്ത ദിവസം വരുമ്പോൾ നമ്മൾ വേറെ ക്യാരക്ടർ ആവുകയാണ് അടുത്തൊരു സിനിമയുടെ സമയം വരുമ്പോൾ. അതല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കറങ്ങി നടക്കുന്ന സമയത്തുള്ള നമ്മളുടെ ഭാഷേനേക്കാളും ഭയങ്കര ഇരിങ്ങാലക്കുട ഭാഷ എനിക്ക് തിരിച്ചു വരും. ഞാൻ വീട്ടിൽ ഒരാഴ്ച നിന്ന് കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുട ഭാഷ വീണ്ടും ഭയങ്കരമായിട്ട് വരും. പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് അത് മാറിയൊക്കെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ വീണ്ടും നമ്മളുടെ എന്താണോ നമ്മളൊരു കുറച്ച് ദിവസം ശീലിച്ചത് അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരും, നമ്മളുടെ ഓൺ സെൽഫിലേക്ക് തിരിച്ചു വരും. അതിന് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്യൂ ഡേയ്സ് അതിൻ്റെ ഒരു ഹാങ് ഓവർ പോലെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി ലാംഗ്വേജിലോ വല്ലതും നിപ്പിലോ നോട്ടത്തിലോ ഒക്കെ ബാക്കി കിടന്നേക്കാം. അതെനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. പിന്നെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയൊക്കെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ടെക്നിക്കൽ ആക്ടിങ് ആണെന്ന് പറഞ്ഞാലും ഒരു കരയുന്ന ഒരു സീൻ അഭിനയിക്കുന്ന സമയത്ത് ശരിക്കും റിയൽ ലൈഫിൽ കരയുമ്പോൾ ഉപയോഗിക്കുന്ന അതേ മസിൽസും അതേ ടിയർ ഗ്ലാൻസും തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 100% അല്ലെങ്കിലും ഒരു 25% എങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അത് മിമിക് ചെയ്തിട്ട് തന്നെ ആ സാധനം നമ്മുടെ ശരീരത്തിൽ നമ്മളത് അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. അപ്പോൾ ഭയങ്കര ഇപ്പോൾ ഈ നരിവേട്ടയിലൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ചില സീനുകളൊക്കെ ചെയ്യുന്ന ദിവസം നമുക്ക് നമ്മൾ ഭയങ്കര ഗ്ലൂമിയായി പോകും. നമ്മൾ ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഇറ്റ് മൈറ്റ് എഫക്റ്റ് യു ഫോർ സം ടൈം. അല്ലാണ്ട് പെർമനൻ്റ് ആയിട്ട് അങ്ങനെ ഒരു മാറ്റം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതെന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു കൗതുകമുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളോരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്തും ഞാൻ അതിനെ നോക്കിക്കാണുന്നത് അങ്ങനെ, ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്തും ആ ക്യാരക്ടറിൻ്റെ പാസ്റ്റ് എന്താ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്നുള്ള ബ്രേക്ക് ടൈമിലുള്ള ഡിസ്കഷൻസിലും ഒക്കെ ഡയറക്ടറായിട്ടും റൈറ്ററായിട്ടും ഉണ്ടാവും. ഇയാൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യണത്, ഇയാൾക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള പോലത്തെ നമ്മൾ. അപ്പം അത് പക്ഷേ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് സിനിമയിൽ കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് പറഞ്ഞു തരും. പിന്നെ സിനിമയിലും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കാണിക്കുമല്ലോ. ഇപ്പോൾ പ്രധാനപ്പെട്ട സീനുകൾ അയാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇൻസിഡൻസ് അതിൽ സീനുകളായിട്ട് സിനിമയിൽ ഉണ്ടാവുമല്ലോ. നമുക്ക് ആക്ച്വലി ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ അയാളുടെ അത്രയും കാലഘട്ടത്തിലെ ലൈഫ് നമ്മൾ ജീവിക്കുകയാണ്. ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ നമ്മൾ അത് മനസ്സിലാക്കുകയാണ്. ആ ജീവിതം നമ്മൾ ജീവിക്കുകയാണെന്ന് പറയുന്നതിനേക്കാളും ആ ജീവിതം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ മനസ്സിലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മളുടെ മെമ്മറിയുടെ ഭാഗമായി മാറുന്നുണ്ട് അത്. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ മെമ്മറി എന്ന് പറയുന്നതും നമ്മളുടെ മെമ്മറിയിൽ എവിടെയോ ഇങ്ങനെ അയാൾ. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറെ എന്തുകൊണ്ടാണ് മറ്റേ പോയിന്റിൽ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അതിന് ഉത്തരം പറയാനും ജസ്റ്റിഫൈ ചെയ്യാനും പറ്റുമായിരിക്കും. കാരണം എനിക്ക് ആ ക്യാരക്ടറിനെ മനസ്സിലായിട്ടുണ്ട്, അത് എൻ്റെ തലയിൽ എവിടെയോ കിടപ്പുണ്ട്. അതേപോലെ നമ്മളുടെ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും എൻ്റെ തന്നെ പല പല വേർഷൻസ് ആയിരിക്കും. നമ്മൾ പരമാവധി അത് ഓരോന്നിൽ നിന്നും വ്യത്യസ്തമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പോലും അൾട്ടിമേറ്റ്ലി ഇത് മുഴുവൻ ഞാൻ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ പരകായ പ്രവേശമൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ ഇതിലെല്ലാ ക്യാരക്ടേഴ്സിലും എൻ്റെ ഒരു അംശം സ്വാഭാവികമായിട്ടുണ്ടാവും. സിനിമകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ചെറിയ അംശം എന്നിൽ അവശേഷിക്കുന്നുണ്ടാവും. ഞാനിങ്ങനെ ചേട്ടാ ഞങ്ങളൊക്കെ ഒരു ഇംഗ്ലീഷ് ഫിലിംസൊക്കെ നമ്മൾ ഒബ്വിയസ്ലി കാണുമല്ലോ, എന്തായാലും മലയാളം പടം മാത്രം നമ്മൾ കാണാം. നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കണ്ട് ഈ സൂപ്പർ ഹീറോകളെയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ പലവട്ടം മനസ്സിലായി. ഞാൻ ഫിലിം സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ BSc വിഷ്വൽ മീഡിയ ആണ് പഠിച്ചത്, ഗ്രാഫിക് ഡിസൈനിങ് അതൊക്കെയാണ് പഠിച്ചത്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ സൂപ്പർ ഹീറോസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഇംഗ്ലീഷുകാർ പടച്ചു വിടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെയൊക്കെ ആരും ചിന്തിക്കാത്തതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഞങ്ങളൊക്കെ മറ്റേ ഇങ്ങനെ കൂട്ടുകാരൊക്കെ കൂടെ കൂടുമ്പോൾ ഞങ്ങൾ മറ്റേ ഈ സ്റ്റുഡൻറ്റ് കൂട്ടുകാരൊക്കെ കൂടെ കൂടുമ്പോൾ ഞങ്ങളിത് സംസാരിക്കുമായിരുന്നു. കേട്ടോ അങ്ങനത്തെ ഒക്കെ ഒരു പടമൊക്കെ ചെയ്യണം ഫ്യൂച്ചറിൽ, അതൊക്കെയാണ് വേണ്ടുന്നത്, അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ടെക്നിക്കലി ഭയങ്കര പാടായിരിക്കും അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളിവിടെ പോസിബിൾ ആക്കി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴാണ് ബേസിൽ ചേട്ടൻ വന്നിട്ട് പൊട്ടേ എന്ന് പറഞ്ഞിട്ട് അത് ഒരു സാധനം ഇറക്കി വിടണത്. അപ്പോൾ ഒരു സൂപ്പർ ഹീറോ പടം ചെയ്യുക എന്ന് പറയുന്നത് അല്ല ബുദ്ധിമുട്ട്, അത് വർക്കാക്കി എടുക്കുക എന്ന് പറയുന്നത് അതാണ് ബുദ്ധിമുട്ട്. കാര്യം വെച്ചാൽ നമ്മളുടെ മുന്നിൽ എക്സാമ്പിൾസ് ആയിട്ട് ഇത്രയും പടങ്ങൾ കിടപ്പുണ്ട്. അവെഞ്ചേഴ്സിൽ തന്നെ ഉണ്ട് എന്തുമാത്രം സൂപ്പർ ഹീറോ, തട്ടി നടക്കാൻ പറ്റാത്തത്ര സൂപ്പർ ഹീറോസ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമ്മളുടെ ഒരു നാടൻ സൂപ്പർ ഹീറോനെ ഉണ്ടാക്കാം, അതെങ്ങനെ
മറ്റതിൽ നിന്ന് യുണീക്ക് ആക്കാം, എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറും സിനിമയും ആക്കാം എന്നുള്ളതും അത് ബേസിൽ ക്രാക്ക് ചെയ്തതാണ്. അത് നമുക്കൊക്കെ അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയണ ആ ഒരു കർത്തവ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ബേസിൽ എന്നെ അത്രയും ട്രസ്റ്റാണ്. ബേസിൽ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറിനെ ഞാൻ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനും അതിനകത്ത് കൂടുതലും നമ്മളുടെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബഡ്ജറ്റോ അല്ലെങ്കിൽ CGI ഒന്നും അല്ല നമ്മളുടെ മലയാള സിനിമയുടെ സ്ട്രോങ് പോയിന്റ് കമ്പയർഡ് ടു ഈ പറയണ നമ്മളുടെ സൂപ്പർ ഹീറോ സിനിമകളൊക്കെ ഹോളിവുഡ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ എഫക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇപ്പം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും ട്രെയിൻ ചെയ്ത് വെച്ചോട്ടോ. അപ്പം അന്ന് മുതലാണ് ഈ ഉന്നം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ട്രെയിൻ ചെയ്ത് തുടങ്ങുന്നത്. അതിന്റെ ബാക്കി ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എനിക്ക് ചില കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങുന്നത് ഇതിന്റെ. അപ്പോൾ ആ വളയം അറിയുന്ന സാധനം ഫാൻ പിടിച്ചു നിർത്തുക, ഒന്നിൽ കൂടുതൽ വളയങ്ങൾ അറിയുന്നത് സ്വാഭാവികമായിട്ടും അത് പ്രാക്ടിക്കൽ എഫക്റ്റ് അല്ല. പക്ഷെ നോക്കാതെ മറ്റേ പുട്ടൂറ്റിക്ക് അറിയുന്നില്ല. ചേച്ചിക്ക് എന്ത് വേണ്ടേ പുട്ടൂറ്റി, ഇങ്ങനെ അറിയുമ്പോൾ അത് ആക്ച്വലി ഞാൻ അറിഞ്ഞതാ. ആണല്ലേ? അതെന്താ വെച്ചാൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാല് ഇത് നടക്കും. നമ്മൾ കാണുന്നില്ല, നമ്മൾ എന്തോരം ആൾക്കാരെ കാണിക്കാൻ മറ്റേ കാർഡ്സ് വെച്ചിട്ടും ഒറ്റ ടേക്കിലല്ല, രണ്ടാമത്തെ ടേക്കിൽ അത് കിട്ടി. രണ്ടാമത്തെ ടേക്കിൽ കിട്ടിയില്ല, ചിലപ്പോൾ 50 ടേക്കൊക്കെ എടുത്തേനെ, എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ സ്റ്റിൽ പറഞ്ഞു ആ പെർട്ടിക്കുലർ നിങ്ങൾ കാണുന്ന ഷോട്ട് ഒരെണ്ണം ആ പുട്ടൂറ്റിയിലേക്ക് കയറണത് ഞാൻ നോക്കി വെച്ചിട്ട് ഒക്കെ റെഡി എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് എന്തുകൊണ്ട് പുട്ടൂറ്റി അപ്പോൾ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു CGI ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ആ വിഷ്വൽ എഫക്റ്റ് ആണെന്ന് നമുക്കത് മനസ്സിലാവും. മൂവ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് മനസ്സിലാവും. അതേപോലെ പരമാവധി നമ്മൾ ഇതിനകത്ത് ഇപ്പൊ എന്റെ മാത്രമല്ല, ഗുരുസാറിന്റെ സീനുകളിലാണെങ്കിലും ഈ തറ ഇങ്ങനെ അടിയിലൊരു മോട്ടർ വെച്ചിട്ട് വിറപ്പിക്കുകയാണ്. ഒരു മോട്ടർ കുഴിച്ചിട്ട് വിറപ്പിക്കുകയാണെന്ന് ആലോചിക്കണം. അങ്ങനത്തെ അത് ആർട്ട് ഡയറക്ടർ മനു ജഗത്ത്, പുള്ളിയുടെ ഒരു എഞ്ചിനീയറിംഗ് ടീം പോലത്തെ ഒരു ടീമും ഉണ്ട്. അപ്പോൾ ആർട്ട് ഡയറക്ടറും ആർട്ട് ഡയറക്ടറിന്റെ കൂടെയുള്ള ആൾക്കാരും ഇതിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലും ഞാനും ഒക്കെ ഇതിൽ പ്രാക്ടിക്കൽ എഫക്ട്സിലായിരിക്കണം പടത്തിന്. അത് CGI ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ ചെയ്തറാകുമാര് എന്ന് ചിന്തിക്കാൻ തോന്നില്ല. CGI ഇതിപ്പം പണിയെടുത്ത് ചെയ്തേക്കണാണല്ലോ എന്നും മനസ്സിലാവും. അങ്ങനത്തെ കാര്യങ്ങൾ ആണ് എനിക്ക് തോന്നുന്നു ആ സിനിമനെ ഏറ്റവും മറ്റേ കുപ്പി ഇതാക്കി വെക്കുന്ന സീനില്ലേ കാല് വെച്ച്, അത് എത്ര ഡേക്ക് എടുത്ത്? അല്ല അത് എടാ ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിങ്ങനെ വീഴുന്ന സാധനം തട്ടി തിരിച്ച് അവിടെ കൊണ്ടുവന്ന് 2 ഷോട്ടാണത് ഈ സൂപ്പർ ഇമ്പോസ് ചെയ്തേക്കുന്നതാണ്. പക്ഷെ അതില് നമ്മളെ ആക്ടിങ്ങിൽ അത് മറ്റേ ടൈമിങ് പിടിക്കുക മാത്രമേ അതിനകത്ത് ചെയ്യാവുള്ളൂ. ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ചിട്ട് ചെയ്യുന്നതും എളുപ്പമൊന്നുമല്ല. റിയൽ ലൊക്കേഷനിൽ നിന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനും നമ്മൾക്ക് നമ്മളുടെ സാഹചര്യം മൊത്തം അറിയാം. മറ്റേതൊരു ബ്ലൂ സ്ക്രീനിന്റെ ഗ്രീൻ സ്ക്രീനിന്റെ മൂലം വെച്ചിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും നമ്മൾ ആദ്യം ഇമാജിൻ ചെയ്ത് തലയിലോട്ട് അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യണം. എന്താണ് സീനെന്ന് നമുക്കിവിടെ ഒരു ഐഡിയ ഉണ്ടെങ്കിലേ അത് നന്നായിട്ട് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഫിലിം ശരിക്കും പറഞ്ഞാൽ ബേസിൽ ചേട്ടൻ പ്രസന്റ് ചെയ്യുമ്പോഴേ ടോവിനോ ചേട്ടനൊരു ഇതുണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ മലയാളി ഓഡിയൻസ് ഇത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഔട്ട് ഇങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നോ? ഇത് ആദ്യം ഇവൻ്റെ അടുത്ത് പറയണത്, ഞാൻ ഏതോ സിനിമയുടെ പ്രൊമോഷനോ അങ്ങനെ എന്തോ പരിപാടിക്ക്, അപ്പോൾ അവരും തിരക്കില്ല ഞാനും തിരക്കില്ല. അവൻ പറഞ്ഞു നീ എവിടെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഒരു ഇന്നോവയ്ക്കകത്ത് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ കഥ പറയണത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മിന്നൽ മുരളിയുടെ കഥ പറയണത്. അപ്പം ഞാൻ ഗോദ ചെയ്തപ്പോഴുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിലെ അടുത്ത് നമുക്ക് എന്ത് ഐഡിയയും പുഷ് ചെയ്യാം. ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ ആ ഒരു സ്പേസ് ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല, ആ സിനിമയിൽ ഗോദയിലുണ്ടായിട്ടുള്ള എല്ലാവരും കൂടിയിട്ട്, ഇപ്പോൾ ബിജുകുട്ടൻ ചേട്ടനാണെങ്കിലും ഹരീഷ് ചേട്ടനാണെങ്കിലും അജിത് ചേട്ടൻ, എല്ലാവരും കൂടെ നമ്മൾ ഇരുന്ന്, ധർമ്മൻ ചേട്ടൻ, എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമ്മൾ സീനുകൾ ഇങ്ങനെ പേപ്പറിൽ എഴുതിയേക്കുന്നതിൻ്റെ മുകളിലേക്ക് നമ്മൾ പെർഫോം ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പേപ്പറിൽ എഴുതിയത് നമ്മളൊരു ബേസാക്കി മാത്രം വെച്ചിട്ട് ഇങ്ങനെ നമ്മളെല്ലാവരും കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ട് ഇരിക്കും റിഹേഴ്സലിൽ. ചിലപ്പോൾ കാരവൻ്റെ അകത്ത് നിന്നിട്ടായിരിക്കും എല്ലാവരും. അപ്പോൾ എൻ്റെ ഡയലോഗ് കഴിയുമ്പോൾ മറ്റൊരാൾ പറയും, ഇപ്പോൾ ഒരാൾ പറയും, അപ്പോൾ ഇങ്ങനെ ഒരു സാധനം പറയും, അത് പറയണ്ട. ബേസിൽ ഇങ്ങനെ നിന്ന് തന്നെ ക്യൂറേറ്റ് ചെയ്യും, അത് പറയണ്ട. മറ്റേത് പറഞ്ഞു അത് നല്ല സാധനം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഇതിനൊരു രൂപം ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഓൺ ലൊക്കേഷനിൽ പോകുന്നത്. അവിടെ പോയാലും അവിടുത്തെ പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചളിയാണ് എന്നുണ്ടെങ്കിൽ പോലും അത് ബേസിനോട് പറയാം.
ധൈര്യത്തോടെ പറയാം. സാധനം പറഞ്ഞിട്ടുണ്ടായിരിക്കും ഓ അത് കലക്കും. അവനും ഒരു ചളി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളാ. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് ഞങ്ങളുടെ ഇടയിൽ ഗോതയുടെ സമയത്തേ ഉണ്ട്. ഗോതയുടെ സമയത്ത് ഞാനിപ്പോഴും ഗോത കാണുമ്പോൾ ഞാൻ ആലോചിക്കുക, ഞാൻ നാച്ചുറലി ചെയ്യുന്ന മൂവ്മെന്റ്സ് അല്ല പലതും. ഇത് ഞാനും ബേസിലും കൂടെ സംസാരിച്ചിട്ട് അതിൽ നിന്നുണ്ടായിട്ടുള്ള വേറെ നമ്മളുടെ എൻ്റെ നാച്ചുറലി അല്ലാത്ത ചില മൂവ്മെന്റ്സ് അതിനകത്ത് വൃത്തിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കൺവിൻസിംഗ്ലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഡയറക്ടറും റൈറ്ററും ആക്ടറും തമ്മിലുള്ള ഡിസ്കഷനിൽ നിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണം കൊണ്ട് പിന്നെ ബേസിൽ സ്ക്രിപ്റ്റിലുള്ളതിൻ്റെ എത്രയോ മടങ്ങ് മുകളിൽ എടുത്ത് വെക്കും സിനിമ. അതെനിക്ക് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് മിന്നലാണെങ്കിൽ പോലും അവന് കിട്ടുന്ന ഒരു മിനിറ്റ് പോലും അവൻ വേസ്റ്റ് ചെയ്യില്ലെന്ന്. അവനത് കൊറോണയുടെ സമയത്താണെങ്കിലും ഡേറ്റ് മറ്റേ കൊറോണയുടെ സമയത്ത് എല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയത്ത് അവൻ പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കി സിനിമ കാണും, സ്ക്രീൻ റൈറ്റിംഗ് കോഴ്സ് ചെയ്തു, ഫിലിം മേക്കിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കുന്നു, കുറേ സിനിമകൾ കാണുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ഇവൻ മിന്നൽ മുരളിയിലെ സീനുകളെയും ഒക്കെയും ബാക്കി റിമൈനിങ് സീനുകളെയും ഒക്കെ അവൻ അതനുസരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു മിന്നൽ മുരളി ഷൂട്ട് ചെയ്തൊരു 3/4 എത്തിയപ്പോഴാണല്ലോ ഇത്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്തും ഈ കൊറോണയുടെ സമയത്ത് അവൻ പഠിച്ച കാര്യങ്ങൾ അതിനകത്ത് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഞാനും ആ കൊറോണയുടെ സമയത്ത് ഈ പറഞ്ഞ പോലെ കുറേ സിനിമകൾ കാണാൻ, ശാരീരികമായിട്ട് തയ്യാറാവുക, ക്ലൈമാക്സ് ഫൈറ്റൊക്കെ കൊറോണയ്ക്ക് മുമ്പുള്ള ഫിറ്റ്നസ്സും വെച്ചിട്ട് എനിക്ക് ഒരു കാരണവശാലും ആ ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. 15 ടേക്ക് 20 ടേക്ക് ഒക്കെയാണ് ഒറ്റ സൂപ്പർമാൻ പഞ്ച്. 15 ടേക്ക് 20 ടേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എടുക്കണം. ഈ ഒരു 2 ഏക്കർ പറമ്പ്, 2 ഏക്കറല്ല 5-6 ഏക്കർ ഉണ്ടെന്ന്, പറമ്പ് മൊത്തം തീയൊക്കെ ഇട്ടിട്ട് ആ തീ കിടുന്നതിനുള്ളിൽ നമുക്ക് ഷോട്ട് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ തവണയും ഈ പറമ്പ് മൊത്തം കത്തിക്കാനായിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഒരു 1/2 മണിക്കൂർ വേണം. ഓരോ റീടേക്കിനും 1/2 മണിക്കൂർ പറ്റില്ല. അപ്പൊ 1 2 3 ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറന്ന് വന്നിട്ടിരിക്കുന്നു, റീസെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരെ ഇവിടെ ബാക്കിൽ വന്ന് നിൽക്കുന്നു, 1 2 3 ആക്ഷൻ. എന്നിട്ട് എന്നാൽ ഒരു 19 20 ആവുമ്പോൾ നിർത്തണ്ടേ? ഞാൻ മാസ്കും വെച്ചിട്ടുണ്ട്, മെഷീനല്ല മനുഷ്യനാണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന് ചിലപ്പോൾ 2ാമത്തെ ടേക്ക് ഓക്കെ വെക്കും. ആ ചാൻസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. 2ാമത്തെ ടേക്ക് ഓക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ട് നിർത്താൻ പറ്റില്ല. പിന്നെ ഈ സെറ്റപ്പിന് ഇത്രയും സമയം വേണമായിരുന്നു. അപ്പോൾ ഫിറ്റ്നസ് കൊറോണയുടെ സമയത്ത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സമയം കിട്ടി, നല്ല ഭക്ഷണവും കഴിച്ച് വീട്ടിലിരുന്ന് നല്ല വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അതിനെത്തുന്നത്. അപ്പോൾ ഞാൻ ബേസിൽ ആണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ പഠിച്ചു വെച്ചോ, അത് നമുക്ക് ക്യാരക്ടറിന് ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഞാൻ ക്യാരക്ടറിന് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സിനും വേറെ സിനിമകളിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനും ഒക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ബേസിൽ ആദ്യം കഥ പറയുമ്പോൾ തന്നെ നമുക്ക് ഇവന് ഒരു ഐറ്റം പരിപാടിയായിട്ടായിരിക്കും അത് എടുത്തു വെക്കുന്നതെന്ന് നമുക്ക് അറിയാമായിരുന്നു. ഈ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ചെറുതായിരുന്നു അന്ന് പറയുമ്പോൾ ആണല്ലേ? ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവോ ടോണി ചേട്ടാ? അപ്പം കണ്ടിന്യൂഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കണം, ഓർഗാനിക്കായിട്ട് പെട്ടെന്ന് അതിന്റെ ഒരു ഐഡിയ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിയിട്ടില്ല ബേസിലും. ബേസിലായിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ട് കുറെ ആളായല്ലേ? അതൊരു വേറൊരു ചേഞ്ച് ആയിരുന്നു അല്ലേ? അഭിനയത്തിലോട്ട് വന്നിട്ട് പുള്ളി ഒരു അടിപൊളിയാണ്. അതാണ് പറഞ്ഞത്, അതൊരു ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. നേരെ വന്നിട്ട് ആള് ഭയങ്കര ഇപ്പൊ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര രസമാണ്. അങ്ങനെ വലിയ ഇൻഹിബിഷൻസ് ഉള്ള, എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്, അധികം ഇൻഹിബിഷൻസ് ഉള്ള ആളല്ല. ഒരു ആക്ടറിന് ഇൻഹിബിഷൻസ് ഇല്ലെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ആണല്ലേ? അവൻ കുറച്ച് അങ്ങനെ നാണിച്ച് നിൽക്കും. ഞാനൊക്കെ കുറച്ച് ഇത്തിരി അങ്ങനത്തെ ഷൈ ഒക്കെ ആയിട്ടുള്ള ആള്. അവൻ അങ്ങനത്തെ ആളൊന്നുമല്ല. അവൻ ഫുൾ ഇച്ചിരി എക്സ്ട്രോവേർട്ട് പോലത്തെ ഒരാളാണ്. അപ്പൊ അവൻ ഓരോ ക്യാരക്ടേഴ്സിനും അവൻ ഇടുന്ന എഫേർട്ടും എനിക്കറിയാം. അത് പക്ഷെ ഞാൻ അൾട്ടിമേറ്റ്ലി അവന് എത്ര നല്ല ആക്ടർ ആണെങ്കിലും അവന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് ഇടയ്ക്ക് അഭിനയം നിർത്തിയിട്ട് ഡയറക്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയണത്, അവൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം വന്നത് ബേസിൽ ചേട്ടൻ ഇന്റർവ്യൂ ആയിരുന്നു. ആദ്യമായിട്ട് വരുന്ന ഒരു സെലിബ്രിറ്റി ഇന്റർവ്യൂ. പക്ഷെ പൊന്മാൻ ഇറങ്ങിയ സമയത്ത് പക്ഷെ ഞങ്ങൾക്ക് അതൊരു ലാസ്റ്റ് മിനിറ്റിൽ അത് ഞങ്ങൾക്ക് ക്യാൻസൽ ആയി പോയി. നമ്മളത് ഭയങ്കര ആഗ്രഹിച്ചു. നമ്മള് സിനിമ എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് അത് ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴത്തേക്കിനും അത് എന്തോ കാര്യത്തില് അത് ഇതായി പോയി. മുളകി ഞങ്ങൾക്കും വിഷമമായി. ഞങ്ങൾക്ക് ബേസിൽ ചേട്ടൻ ഒരു പെട്ടെന്ന് ആ ഒരു ഈ ഒരു ലെവലിൽ ഗെയിമിംഗ് ലെവലിൽ നിന്ന് പെട്ടെന്ന് സിനിമ ആ ഒരു ഇതിലോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിപ്പോയി. ഞാനും ആ സമയം തന്നെ വണ്ടടിച്ചു പോയി. അല്ല അതെന്ന് വെച്ചാല് അവനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഡയറക്ഷനും ആക്ടിങ്ങും ഇതിന്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാന്ന് പറയണത്
ഡയറക്ഷന് വേണ്ടിയിട്ട് സമയം കുറേ സ്പെൻഡ് ചെയ്യണം. അതെ അതെ ഉറപ്പായിട്ടും. ആക്ടിങ്ങിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ഒരു ഫുൾ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ റിലീസ് വരെയുള്ള സമയത്ത് ഡയറക്ടർ അതിൻ്റെ അകത്ത് എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. അപ്പം അത് സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷേ ഇനി നോക്കിക്കോ, അധികം വൈകാതെ വരും. ഡയറക്ഷനും അടിപൊളിയായിട്ട് വരും, ആക്ടിങ് പരിപാടികളും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചും എന്തായാലും അധികം വൈകാണ്ട് വരുമായിരിക്കും. ടോണി ചേട്ടാ, ഞങ്ങളിപ്പോൾ സ്ട്രീംസ് ഒക്കെ ഇടുമ്പോഴേ ഞങ്ങൾ സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ്ലി പിള്ളേർ സെറ്റൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, ബ്രോ എനിക്ക് ബ്രോയെ പോലെ സ്ട്രീമർ ആവണം അല്ലെങ്കിൽ ഗെയിമർ ആവണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ടോവിനോ ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു യൂത്ത് ആയിട്ടുള്ള ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ഇന്നൊരു കരിയറിൽ എത്തിപ്പെടണം, അതിപ്പോൾ നായകനായിക്കോട്ടെ വില്ലനായിക്കോട്ടെ സൈഡ് കഥാപാത്രങ്ങളായിക്കോട്ടെ കൊച്ചുകുട്ടിയായ കഥാപാത്രമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ചേട്ടാ. ഇപ്പം ഞാനിപ്പോൾ ഭയങ്കര ഫിലിം പാഷനേറ്റഡ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ടോവിനോ ചേട്ടൻ എനിക്ക് തരാനുള്ള ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ടിപ്പ് എന്താ? അങ്ങനെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാനൊരു ആഗ്രഹം വന്നല്ലോ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആഗ്രഹം ഉണ്ടാവും. പിന്നെ ഞാൻ എല്ലാവരോടും പറയണത്, ആഗ്രഹം വന്നാൽ നമ്മൾ അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഭൂരിഭാഗം ആൾക്കാർക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിനോട് ആഗ്രഹം വരുമോ, അതൊന്നും നടക്കൂലടാ, എന്നിട്ട് വിട്ടുകളയും. ഒരിക്കലും ശ്രമിക്കാതെ പരാജയം സംഭവിക്കരുത്. ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാൽ പരാജയം സംഭവിച്ചോ. ശ്രമിക്കാതെ പരാജയം സമ്മതിക്കരുത് ഒരു കാരണവശാലും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കാനും കൂടെ തയ്യാറായിരിക്കണം. ഹാർഡ് വർക്കേഴ്സിനെ ലക്ക് ഫേവർ ചെയ്യുള്ളൂ. നമ്മൾ അതിനെ ആത്മാർത്ഥമായിട്ട് സമീപിച്ചാൽ മാത്രമേ അതിന് ലക്കും കൂടെ ഫേവർ ചെയ്യുള്ളൂ. ലക്കും തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബീയിങ് ഇൻ ദ റൈറ്റ് പ്ലേസ് വിത്ത് റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് മൊമെന്റ്, അതാണ് നമ്മൾ ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും സംഭവിക്കുക. പിന്നെ എല്ലാവർക്കും ഒരേ റൂട്ടല്ല. വളഞ്ഞ വഴിയായിരിക്കും അല്ലേ? എന്നുവെച്ചാൽ നമുക്ക് സിനിമയിൽ വരണം എന്നാഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരാൾ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ സക്സീഡ് ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ നമ്മളുടെ സ്വന്തമായിട്ട് ആ റൂട്ട് കണ്ടെത്തണം. നിരന്തരമായിട്ടുള്ള ശ്രമം കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ എന്താ പറയുക, ഡയറക്ടേഴ്സിനെ പോയി കാണുക, റൈറ്റേഴ്സിനെ പോയി കാണുക, നമുക്ക് പറ്റിയ ക്യാരക്ടേഴ്സിനോട് ചോദിക്കുക, ചെറുതോ വലുതോ നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ചെയ്യുക. ചെയ്തതിന് ശേഷം അടുത്ത ഒരെണ്ണം ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് അപ്പായിരിക്കണം എന്നാലോചിക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ് ഞാൻ പറയണത്. പക്ഷേ വേറൊരു ആക്ടറിൻ്റെ അനുഭവം ചിലപ്പോൾ ഇതായിരിക്കണമെന്നില്ല. ഇപ്പോൾ ചില ആക്ടേഴ്സ് എനിക്കെടുത്തതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് സിനിമയിലേക്ക് എത്തിപ്പെട്ടവരുണ്ട്, എനിക്ക് എടുത്തതിനേക്കാൾ കൂടുതൽ സമയം കൊണ്ട് സിനിമയിലേക്ക് എത്തിപ്പെട്ടവരുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് നേരത്തെ മുൻകൂട്ടി കാണാനും ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ലെന്ന്. അത് ഷോർട്ട് കട്ട്സ് ഒന്നും വർക്കാവില്ല. കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വിജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ വിജയം നമ്മളുടെ കഴിവ് കൊണ്ടും നമ്മളുടെ മേന്മ കൊണ്ടും ആയിരിക്കണം. മറ്റൊരുത്തൻ്റെ കഴിവുകൾ കൊണ്ടുള്ള ഒരു വിജയം നമുക്ക് സംഭവിച്ചാൽ അവനേക്കാൾ കഴിവുള്ളൊരുത്തം വരുന്നവരേ ഉള്ളൂ നമ്മുടെ വിജയത്തിന്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക, കോൺസ്റ്റൻ്റ്ലി നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളുടെ സ്കിൽ സെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയത് വല്ലതും പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ഒപ്പം നിരന്തരമായിട്ടുള്ള ഈ സിനിമ അന്വേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. അത് ഒരു സമയം വരും, അത് വരാതിരിക്കില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, എവറിത്തിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്. If everything is not fine, it's not the end. അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ടോവിനോ ചേട്ടാ, ഇത്ര നേരം നമ്മളോട് ഞങ്ങളിൽ ഒരാളായിരുന്നു സംസാരിച്ചതിന്. ഐഫോൺ എന്നാണ്, ഏത് വർഷം പറ? 2007 ഡേറ്റ് ജൂൺ 19. ഇനി നീ മറക്കല്ലേ. ഇവൻ്റെത് സ്വകാര്യ അഹങ്കാരമാണത്. കോൺഫിഡന്റ് കള്ളം കള്ളം പറയാറില്ല. സത്യം കള്ളം പറയുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, കള്ളം പറയാതിരിക്കുന്നതാണ് നല്ലത്. അതെ, അല്ലെങ്കിൽ നല്ല ഓർമ്മശക്തി വേണം. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓർമ്മശക്തി വേണം, അല്ലെങ്കിൽ അല്ലേ? സത്യം. അതുകൊണ്ട് ഇതിപ്പോ 5ാമത്തെ എപ്പിസോഡാണ്. ഈ 5 എപ്പിസോഡിൽ ഇവന്റെ അറ്റ്ലീസ്റ്റ് 2 കള്ളത്തരം വെച്ച് പിടിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. അതാണ് അവൻ പറഞ്ഞത്, അവൻ ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവന്റെ എല്ലാ കള്ളത്തിനും പിടിക്കും. 3ാമത്തെ എപ്പിസോഡിലാണ് എന്റെ കള്ളം ഫസ്റ്റ് പിടിക്കുന്നത്. അല്ല, ആദ്യത്തെ 2 എപ്പിസോഡിൽ കള്ളം പിടിച്ചില്ല, 3ാമത്തെ എപ്പിസോഡിൽ പിടിച്ചു. അതും 2 മാസം കഴിഞ്ഞാണ് പിടിച്ചത്. 2 മാസം കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മള് സ്പോട്ടിൽ പിടിച്ചില്ലേ. അതെ.
അല്ല എനിക്ക് എക്സാക്ട് അറിയില്ലായിരുന്നു. ആ, പക്ഷേ ഇവൻ പറഞ്ഞ ഇല്ല, ഞാനത് 97 എന്നാ iPhone 97 എന്തായാലും ഉണ്ടാവും ഞാൻ എനിക്ക് 97 എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ടോണി ചേട്ടൻ പറയും ഗൂഗിൾ നോക്കടാ ഞാൻ വിചാരിച്ചില്ല. സ്കിപ്പ് ചെയ്ത് വിടാതെ ഞാൻ വിചാരിച്ചു മിണ്ടാ അത് തന്നെ എന്നങ്ങ് വേറെ വിടുമെന്ന് വിചാരിച്ചു. ആസിഫേട്ടൻ വന്നപ്പോഴും ടോണി ചേട്ടാ ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് ഇവരുടെ നമ്മൾ ഈ ഗെയിം ഇതിൽ നിന്നിട്ടേ പെട്ടെന്ന് നിങ്ങളെ പോലത്തെ ഞങ്ങൾ വെളിയിൽ നിന്നാണല്ലോ കാണുന്നത്. ഒബ്വിയസ്ലി ഞങ്ങളൊരു കോമൺ മാനെ പോലെയാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ കിട്ടുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇല്ല മനസ്സിലാവില്ല. അതാണ് സംസാരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിലേക്കാണ് ഞാൻ മനസ്സിലാവുന്നത്. പറഞ്ഞു വന്നത്. അപ്പം ഞങ്ങൾക്ക് വരുമ്പോൾ ആ ഒരു പാനിക്നെസ് എപ്പോഴും ഉണ്ടാവും. അപ്പം പക്ഷേ ഇത് ഈവൻ ആസിഫിക്കയുടെ ഇത് വന്നപ്പോഴും ഞങ്ങൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാവോ, ഇടയ്ക്ക് കയറി സംസാരിക്കുക, അങ്ങനൊരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾ കംഫർട്ടബിൾ ആവാൻ കുറച്ച് സമയം എടുത്തു. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ടോണി ചേട്ടൻ വന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഞങ്ങളുടെ ഇത്ര ഇൻട്രാക്റ്റീവ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കും കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്റ്റീവ് ആവാൻ പറ്റി. അത് ഞങ്ങളുടെ അടുത്ത് അങ്ങനെ നിന്നതിന് ഒരുപാട് താങ്ക് യു. പുറത്തുനിന്ന് നോക്കുമ്പോ നമുക്ക് ഒരിക്കലും നമുക്ക് പേഴ്സണലി അറിയാത്ത ഒരാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ. പുറത്തുനിന്ന് നോക്കുമ്പോൾ അയാളുടെ സ്റ്റോറി എന്താണെന്ന് നമുക്കറിയില്ല, അയാൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് അറിയില്ല. ഒരു ബ്രീഫായിട്ട് പെട്ടെന്ന് ഒരാളെ കണ്ടിട്ടും അയാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഉറപ്പായിട്ടും അത് ഞങ്ങളിങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് വരുമ്പോഴും എടാ നമ്മൾ എന്ത് പറഞ്ഞാൽ പുള്ളിക്കാരൻ റോങ് ആയിട്ട് എടുക്കുമോ, ഞങ്ങൾ ആദ്യം വരുമ്പോൾ ആദ്യം വരുമ്പോ അണ്ണാന്ന് വിളിക്കണോ, അല്ല ചേട്ടാന്ന് വിളിക്കണോ, ചേട്ടായി ബ്രോന്ന് വിളിക്കണോ, ഞാൻ പറഞ്ഞു പേര് വിളിച്ചാൽ മതിയോ, ഞാൻ പറഞ്ഞു ചേട്ടായിന്ന് വിളിക്കാം ഞാൻ വരുമ്പോ. അപ്പൊ അടിക്കും. ഞാൻ എന്റെ പിള്ളേരോട് എന്നെ പേര് വിളിക്കാനാ പറഞ്ഞത്. ആണല്ലേ? അതിനാണല്ലോ എനിക്കൊരു പേരുള്ളത്. ടോവിനോന്നാണ് വിളിക്കണം. അപ്പൊ അവര് പക്ഷെ അവർക്ക് ഇപ്പം സ്നേഹം വരുമ്പോ അപ്പാന്ന് വിളിച്ചു, വിളിക്കട്ടെ. അല്ലെങ്കിൽ പേര് വിളിക്കുന്ന ഞാൻ പറഞ്ഞേക്കണേ. കാര്യം എന്താ വെച്ചാൽ അതാകുമ്പോ പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ച് അപ്പാന്നൊക്കെ വിളിക്കുമ്പോ പിള്ളേർ അങ്കിളെന്നൊക്കെ വിളിക്കും. ബാക്കി അവരുടെ കൂട്ടുകാരൊക്കെ തന്നെ വന്നിട്ട് അങ്കിളെന്നൊക്കെ വിളിക്കും. അപ്പൊ അവരെ കൊണ്ടൊക്കെ പേര് വിളിപ്പിക്കണം. പേര് വിളിച്ച് കഴിയുമ്പോ ഒരു നമ്മള് യങ് ഫീലാണ്. ശരി. മറ്റേത് ഇപ്പൊ എന്റെ മോളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി വന്നിട്ട് എന്നെ അങ്കിളെന്ന് വിളിച്ചു കഴിഞ്ഞാല് എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല, ഒരിക്കലും പറ്റൂല. എന്റെ മോൾ എന്നെ പേരാണ് വിളിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ട്സും ടോബിയുടെ അന്വേഷണം അതാകുമ്പോ വലിയ പ്രായം നമുക്കൊരു ആ ഒരു ഫീൽ വരത്തില്ല. അങ്കിളേന്നൊക്കെ വിളിക്കുമ്പോ ഒരു പ്രശ്നമാണ്. എന്നെ തന്നെ ഇപ്പഴേ അങ്കിളേന്നൊക്കെയാണ് പിള്ളേരൊക്കെ വിളിക്കണേ. അത് നോക്കിട്ട് കാര്യമില്ല. അത് ചില സമയത്ത് ഇത് ഇപ്പോഴല്ലേ, ഒരു 5-6 കൊല്ലം മുമ്പ് എന്റെ മോൾക്ക് ഇപ്പൊ 9 വയസ്സാണ്. 5-6 കൊല്ലം മുമ്പ് ഒരു 10-15 വയസ്സുള്ളൊരു പെങ്കൊച്ചു വന്നിട്ട് എന്നെ അങ്കിളെന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു വീട്ടിൽ അച്ഛനെ അപ്പൂപ്പാന്നാണ് വിളിക്കണേന്ന് ചോദിച്ചു. എന്നെ അങ്കിളെന്ന് വിളിക്കണമെങ്കിൽ അച്ഛനെ അപ്പൂപ്പാന്ന് വിളിക്കണം. അതൊരു നമ്മളെ അങ്കിളെന്ന് വിളിക്കുകയാണെങ്കിൽ എന്റെ മക്കളുടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ എന്നെ അങ്കിളും തന്നെ വിളിക്കണം. അത് യാതൊരു കുഴപ്പമില്ല. അത് കൂൾ അങ്കിളാവാൻ ശ്രമിക്കാം. പക്ഷെ എന്റെ സമപ്രായക്കാരൊക്കെ വന്ന് എന്നെ അങ്കിളെ വിളിച്ച് അതെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും ടോണി ചേട്ടാ ഒരുപാട് താങ്ക് യു സോ മച്ച് ഞങ്ങളോട് ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിനും എല്ലാവരും. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് പറഞ്ഞ നന്നായിട്ട് പോട്ടെ, അടിപൊളിയായിട്ട് ഉറപ്പായിട്ടും കാണാം. റിലീസ് എന്നാണ് 23-നാണ്. ഓക്കെ ഗൈസ്, അപ്പം മെയ് 23-നാണ് നമ്മുടെ നരുവേട്ടയുടെ റിലീസ്. അപ്പോൾ എല്ലാവരും ഡു എക്സ്പീരിയൻസ് ഇൻ തിയേറ്റേഴ്സ്. എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ ടോവിനോ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു. യൂണിവേഴ്സിറ്റി കയറും. അപ്പം ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക പടമൊക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ സബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ ചേട്ടാ, സബ് ചെയ്യാൻ പറയണം കേട്ടോ. ഇത് തന്നെ ധാരാളം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ കൊണാ ദ പോഡ്കാസ്റ്റ് സൈനിങ് ഓഫ്. ബൈ.